നമ്മൾ ഇന്നലെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ എന്താന്ന് പഠിച്ച് കുറച്ച് പ്രോബ്ലങ്ങൾ ചെയ്തു. ഇനിയിപ്പം സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷന്റെ അപ്ലിക്കേഷൻ ആണ് നമ്മൾ നോക്കുന്നത്. ഇപ്പൊ ഒരു ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ അല്ലെങ്കിൽ ലീസ്റ്റ് സ്ക്വയർ സൊല്യൂഷൻ ഉദ്ദേശിക്കുന്ന വെച്ചാൽ നമുക്കൊരു എ എന്ന് പറഞ്ഞൊരു m/n മെട്രിക്സ് തരും. ഓക്കെ, ബി എന്ന് പറഞ്ഞൊരു മെട്രിക്സ് തരും. ബിയുടെ ഓർഡർ എന്ന് പറയുന്നത് m/1, അതായത് m റോസും അതൊരു കോളം വെക്ടർ തരും ബി. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ ഉണ്ടാവുക ഇങ്ങനെയായിരിക്കും: Ax = b. ഓക്കെ, അപ്പം Ax = ബിയുടെ ലീസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാനാണ് ക്വസ്റ്റ്യൻ വരിക. അപ്പം Ax = ബിയുടെ ലീസ്റ്റ് സൊല്യൂഷൻ വെച്ചാല് നോം ഓഫ് Ax - b, നോം ഓഫ് Ax - ബിയുടെ ഏറ്റവും ചെറിയ വാല്യൂ. ഓക്കെ, നോം ഓഫ് Ax - ബിയുടെ ഏറ്റവും ചെറിയ വാല്യൂ അത് കിട്ടുന്ന എക്സ് ആണ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് ഒരു എ ഒരു m/n മെട്രിക്സ് ആയിരിക്കും, ബി ഒരു കോളം വെക്ടർ m റോസ് ഉള്ള. അപ്പം Ax = b. അപ്പൊ ഇവിടെ x എന്ന് പറയുന്ന ഒരു n/1 കോളം വെക്ടർ, n റോസും ഒരു കോളം ഉള്ള ഒരു കോളം വെക്ടർ. അപ്പൊ നമ്മൾ എക്സിന്റെ വാല്യൂ ആണ് ഫൈൻഡ് ചെയ്യേണ്ടത്. എക്സിന്റെ x1 x2 എക്സെട്ര xn എന്ന വാല്യൂസ് ഉണ്ട്. ആ വാല്യൂസ് നമ്മൾ ഫൈൻഡ് ചെയ്യണം. ആ വാല്യൂസിന്റെ പ്രത്യേകത എന്ന് വെച്ചാൽ നോം ഓഫ് Ax - b മിനിമം ആവുന്ന എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. പറഞ്ഞത് ക്ലിയർ ആയോ? ഫസ്റ്റ് കുറച്ച് തിയറി പാർട്ട് ഒന്ന് പറഞ്ഞു പോകണം, എങ്ങനെയാ വരുന്നത്, എങ്ങനെയാ എടുക്കേണ്ടതെന്നൊക്കെ. അപ്പം നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എന്താ? Ax - ബിയുടെ വാല്യൂ, ഏറ്റവും ചെറിയ വാല്യൂ. എപ്പം അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സിന്റെ n/1 കോളം വെക്ടറിന്റെ വാല്യൂ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. എക്സ്. ഓക്കെ, ഇത് നമ്മൾ ഉണ്ടാക്കണം. എ എന്ന് പറയുന്ന ഒരു m/n മെട്രിക്സാ. അപ്പം എയുടെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ വെച്ചിട്ട് നമുക്ക് എന്ത് കണ്ടുപിടിക്കാൻ അറിയാം? യുയും എസും ബിയും കണ്ടുപിടിക്കാൻ അറിയാം. അപ്പൊ എ എന്താക്കുക? അതിന്റെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ കണ്ടുപിടിച്ചിട്ട് അതിനോട് റീപ്ലേസ് ചെയ്യാം. ഓക്കെ, അപ്പൊ എന്ത് കിട്ടും? എ നമുക്ക് എന്താക്കാം? യു എസ് വി ട്രാൻസ്പോസ് എക്സ് - ബി അല്ലേ? അവിടെ യുവിന്റെയും വിന്റെയും പ്രത്യേകത എന്തേനും? യു ആൻഡ് വി ആർ യൂണിറ്ററി മെട്രിക്സ് അല്ലേ? ഓക്കെ, നമ്മളിപ്പോ സാധാരണ എ എന്ന് പറഞ്ഞത് ഒരു മെട്രിക്സിന്റെ അകത്ത് റിയൽ വാല്യൂ ആണെങ്കിൽ ട്രാൻസ്പോസ് നമ്മൾ എടുക്കും. എ എന്ന് പറഞ്ഞ മെട്രിക്സിന് കോംപ്ലക്സ് വാല്യൂസ് വന്നാൽ നമ്മൾ എന്താ എടുക്കുക? കോൺജുഗേറ്റ് ട്രാൻസ്പോസ് എടുക്കും. അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സ് റിയൽ നമ്പർ ആണെങ്കിൽ നമ്മൾ വെറും ട്രാൻസ്പോസ് മാത്രം എടുത്താൽ മതി. എ എന്ന് പറഞ്ഞ മെട്രിക്സ് കോംപ്ലക്സ് നമ്പേഴ്സ് വന്നാൽ അതിന്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എടുക്കണം. അപ്പോൾ നമ്മൾ കോംപ്ലക്സ് ഉണ്ടെങ്കിൽ യൂണിറ്ററി മെട്രിക്സ് എന്ന് പറയും, റിയൽ ആണെങ്കിൽ നമ്മൾ ഓർത്തോഗണൽ മെട്രിക്സ് എന്ന് പറയും. തൽക്കാലം നമുക്ക് യൂണിറ്ററി മെട്രിക്സ് ആയിട്ട് എടുക്കാം, കാരണം വെച്ചാൽ എല്ലാ റിയൽ മെട്രിക്സും കോംപ്ലക്സ് മെട്രിക്സ് ആണ്. പറയുന്നത് കണക്ട് ആകുന്നുണ്ടല്ലോ? ഇതിന്റെ പ്രത്യേകത എന്തായിരുന്നു? യു ഇൻറ്റു യു സ്റ്റാർ എന്താ? ഐഡന്റിറ്റി മെട്രിക്സ്. വി ഇൻറ്റു വി സ്റ്റാർ എന്താ? ഐഡന്റിറ്റി മെട്രിക്സ്. അതാണ് യൂണിറ്ററി മെട്രിക്സ്. അപ്പൊ നമുക്ക് എന്താക്കുക? യു എസ് എന്താ വ്യത്യാസം ഉണ്ടാവുക?
യു ഇൻറ്റു യു തീറ്റ ആണെന്നത് ഐഡന്റിറ്റി മാട്രിക്സാ. അപ്പോൾ ഐ ഇൻറ്റു ബി എന്ന് വെച്ചാൽ ബി തന്നെ. യു ഞാൻ കോമൺ ആയിട്ട് എടുത്തു. യെസ്, ഇവിടെ വരെ എഴുതിയത് മനസ്സിലായല്ലോ? ഇത് കുറച്ച് ശ്രദ്ധിച്ച് കേൾക്കണേ. കാരണം ഇതിന്റെ തിയറി അറിഞ്ഞാൽ മാത്രമേ ചിലപ്പോൾ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ലാസ്റ്റ് എന്ന് പറയൂ. ഓക്കെ, ഇവിടെ വരെ ഇത് മനസ്സിലായോ? അതായത് നമ്മൾ ഈ ബിന്റെ അടുത്ത് നമ്മൾ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്താ മാറ്റം വരുമോ? ഒരു ഐഡന്റിറ്റി മെട്രിക്സിന്റെ ഏത് മെട്രിക്സ് എടുത്താലും സെയിം മെട്രിക്സ് അല്ലേ? അപ്പൊ ഞാൻ ഇവിടെ ഐ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് ബിന്റെ സൈഡിൽ, അപ്പൊ ഒരു മാറ്റവും ഇല്ല. പക്ഷെ ഐയുടെ നമുക്ക് എന്താക്കാം, യു ഇൻറ്റു യു തീറ്റ എന്ന് എഴുതാം, അല്ലെങ്കിൽ യു ഇൻറ്റു യു സ്റ്റാർ എന്ന് എഴുതാം അല്ലേ? അത്രേ ചെയ്തുള്ളൂ. ഓക്കെ, എന്നിട്ട് എന്താക്കുക, ഇതിന്റെ ലെഫ്റ്റ് സൈഡിലെ യു ഞാൻ കോമൺ ആയിട്ട് പുറത്തെടുത്ത്. അപ്പൊ എന്താക്കി, ഇവിടുന്ന് യു കോമൺ ആയിട്ട് പുറത്തെടുത്ത എസ് ബി സ്റ്റാർ എക്സ്, ഇവിടുന്ന് യു ഓൾറെഡി പുറത്തേക്ക് വന്നു, യു സ്റ്റാർ ബി. ഓക്കെ അല്ലേ? ഓക്കെ. ഇപ്പൊ ഇവിടെ വരെ എഴുതിയെടുത്തല്ലോ നിങ്ങൾ? നമുക്കിനി വി സ്റ്റാർ എക്സിനെ നമുക്ക് വൈ എന്ന് വിളിക്കാം. നമുക്ക് എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ യു എന്ന് പറഞ്ഞ മെട്രിക്സും ബി എന്ന് പറഞ്ഞ മെട്രിക്സും കണ്ടുപിടിക്കാൻ അറിയാം. നമുക്ക് വി സ്റ്റാർ എക്സിനെ, നമുക്ക് എക്സ് ഇപ്പൊ അൺനോൺ ആണ്, x1 x2 എക്സെട്ര xn ആണ് എക്സ്. നമ്മൾ എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പോകുന്നത്. നമുക്ക് ചേർക്കുന്ന വി സ്റ്റാർ എക്സിനെ വൈ എന്ന് വിളിക്കാം. അതേപോലെ തന്നെ യു സ്റ്റാർ ബിനെ നമുക്ക് സി എന്ന് വിളിക്കാം. നമുക്ക് യു കണ്ടുപിടിക്കാൻ അറിയാം, ബി ഓൾറെഡി ക്വസ്റ്റ്യൻ തന്നതാണ്. അപ്പൊ യു സ്റ്റാർ ബി കണ്ടുപിടിച്ചാൽ നമുക്ക് സി എന്ന് പറഞ്ഞ മെട്രിക്സ് കിട്ടും. അപ്പൊ എന്തായി, നോം ഓഫ് ഇതിനെ y കൊണ്ടും ഇതിനെ c കൊണ്ടും മാറ്റി എഴുതി. നമുക്ക് എന്താക്കണം, ഇതിന്റെ വാല്യൂ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇപ്പൊ നമ്മൾ തുടങ്ങി എവിടെ നിന്നായിരുന്നു, നോമോ ax മൈനസ് ബി. അപ്പൊ ഇതിന്റെ വാല്യൂ ഈക്വൽ ആണ്. നമുക്ക് ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സിന്റെ മീനിങ് എന്താ, നോം എക്സ് സ്ക്വയർ. ഇന്നർ പ്രൊഡക്റ്റ് ആണ് നമ്മൾ നോം എടുക്കുന്നത്, നമ്മൾ x1 x2 എക്സെട്ര xn, ഇതാണ് എക്സ് എങ്കിൽ എങ്ങനെയാ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് എക്സ് എങ്ങനെ എടുക്കുക, സമ്മേഷൻ i ഈക്വൽ ടു 1 to n xi അല്ലെങ്കിൽ xy എന്ന് വെച്ചാൽ ഇന്നർ പ്രൊഡക്റ്റ് എക്സ് വൈ എങ്ങനെ എടുക്കുക, നമ്മൾ എക്സിനെ x1 x2 എക്സെട്ര xn, വൈനെ y1 y2 എക്സെട്ര y എന്ന് വിവരിക്കാം. അതായത് x1 into y1 conjugate plus x2 into y2 conjugate plus എക്സെട്ര xn plus yn conjugate. അതായത് സമ്മേഷൻ ഫോമിൽ എഴുതിയാൽ xi yi conjugate. ഇതാണ് ഇന്നർ പ്രൊഡക്റ്റ്. നമ്മൾ ഓൾറെഡി പഠിച്ച കാര്യമാണിത്. ഇന്നർ പ്രൊഡക്റ്റ്
എക്സ് എക്സ് എന്ന് പറയുന്നത് നോം എക്സിന്റെ സ്ക്വയർ ആണ്. ഓക്കെ ഓക്കെ അല്ലേ പറഞ്ഞത്? സർ. ഓക്കെ. അതായത് നോം ഓഫ് എ എക്സ് മൈനസ് ബി കാണണമെങ്കിൽ നമ്മൾ എന്താക്കണം? ഇന്നർ പ്രൊഡക്റ്റ് എ എക്സ് മൈനസ് ബി കോമ എ എക്സ് മൈനസ് ബി കാണണം. അപ്പൊ നമുക്ക് കിട്ടുക എന്താ? നോം ഓഫ് എ എക്സ് മൈനസ് ബിയുടെ സ്ക്വയർ. അപ്പം ഇങ്ങനെ കണ്ടുപിടിച്ചിട്ട് കിട്ടുന്ന വാല്യൂവിന്റെ റൂട്ട് എടുത്താൽ നമുക്ക് എന്തായി? നമുക്ക് ഇതിപ്പോ ഒരു 6 ആ കിട്ടുന്നെങ്കിൽ എന്തായി? നോം ഓഫ് എ എക്സ് മൈനസ് ബി എന്താ? രണ്ട് സൈഡിലും റൂട്ട് എടുത്താൽ റൂട്ട് 6 അല്ലേ? അപ്പം നമുക്ക് സ്ക്വയർ എടുത്തിട്ട് ചെയ്യണം. അതിനു വേണ്ടി പറഞ്ഞു വന്നാണിത്. അപ്പം നോം ഓഫ് എ എക്സ് മൈനസ് ബിയുടെ സ്ക്വയർ ഇപ്പൊ എന്താ? ഇത് നോം ഓഫ് യു എസ് വൈ മൈനസ് സി സ്ക്വയർ. നമ്മൾ നോർമൽ മെട്രിക്സ് ചെയ്ത ഓർമ്മയുണ്ടോ? നോർമൽ മെട്രിക്സിൽ ഒരു നോമിന്റെ സ്ക്വയർ എടുക്കുമ്പോൾ നമ്മൾ എങ്ങനെയായിരിക്കും? എല്ലാ എലമെന്റ്സിന്റെയും മോഡുലസിന്റെ സ്ക്വയർ എടുത്ത് ഓർമ്മയുണ്ടോ? ഈ ഒരു സംഭവം ഓർമ്മയുണ്ടോ? ട്രേസ് ഓഫ് എ തീറ്റ എന്ന് പറയുന്നത് സമ്മേഷൻ ഐ ഈക്വൽ ടു 1 to n അല്ലെങ്കിൽ മോഡ് ഐഗൺ വാല്യൂസിന്റെ സ്ക്വയറോ അല്ലെങ്കിൽ സം ഓഫ് സ്ക്വയർ ഓഫ് എവരി എലമെന്റ് ഓഫ് എ. നമ്മൾ എല്ലാ എലമെന്റിന്റെ റോസം എല്ലാം ഇക്കലും കോളം അങ്ങനെ ചെയ്ത് ഓർമ്മയുണ്ടോ നിങ്ങൾക്ക്? എല്ലാം കണക്ട് ചെയ്യുന്ന. അപ്പൊ ഇതിനെ നമുക്ക് ട്രേസ് ഓഫ് യു എസ് വൈ മൈനസ് സി ഇൻറ്റു യു എസ് വൈ മൈനസ് സി തീറ്റ എന്ന് എടുക്കാം. ഓക്കെ. അപ്പൊ ട്രേസ് ഓഫ് യു എസ് വൈ മൈനസ് സി. അപ്പൊ നമുക്ക് എ ബി ഹോൾ തീറ്റ എന്ന് എടുത്താൽ എന്താ? ബി തീറ്റ എ തീറ്റ, അല്ലെങ്കിൽ എ ബി സ്റ്റാർ എന്ന് വെച്ചാൽ ബി സ്റ്റാർ എ സ്റ്റാർ. അപ്പൊ എങ്ങനെ വരും? എസ് വൈ മൈനസ് സി ഓക്കെ അല്ലേ? ഇവിടെ വരെ എഴുതിയോ? ഇവിടെ വരെ എഴുതിയോ? ഇല്ല സർ. ഇനി ഒരു ചെറിയ റിസൾട്ട് പറയാം. ട്രേസ് ഓഫ് എ ബി ബി സി എ ആണ്. ഒരേ സൈഡിലേക്ക് റൊട്ടേറ്റ് ചെയ്യുക. ഓൾസോ എന്താ? ട്രേസ് ഓഫ് സി എ ബി. ഇതൊക്കെ ഈക്വൽ ആണ്. അത് കഴിഞ്ഞ് ബിനെ അപ്പുറം കൊണ്ടുവച്ചു. ഇതൊക്കെ സെയിം ആണ്. ഇത് ഉപയോഗിച്ച് നമുക്ക് എന്ത് ചെയ്താം? എസ് വൈ മൈനസ് സി എസ് വൈ മൈനസ് സി സ്റ്റാർ ഓക്കെ. നമുക്ക് എന്താ അറിയാം? യു യൂണിറ്ററി മെട്രിക്സാ. യു സ്റ്റാറിന്റെ യു എന്താ? ഐഡന്റിറ്റി മെട്രിക്സാ. എന്താ വാക്കില്ല? ഇതായാലും ഐഡന്റിറ്റി മെട്രിക്സ് ആയി. ട്രേസ് ഓഫ് എസ് വൈ മൈനസ് സി എസ് വൈ മൈനസ് സി അല്ലേ? ഇവിടെ വരെ മനസ്സിലായോ?
ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ ഇതുവരെ പറഞ്ഞത്? ഇതുവരെ പറഞ്ഞതിൽ ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഇതെന്ന് പറയുന്നത് ഇപ്പം നമ്മൾ ഇങ്ങനെ എടുത്ത് എക്സ് മൈനസ് ബിയുടെ സ്ക്വയർ എടുത്താൽ ട്രേസ് ഓഫ് എക്സ് മൈനസ് ബി ഇൻറ്റു എക്സ് മൈനസ് ബിയുടെ സ്റ്റാർ ഇങ്ങനെയല്ലേ തുടങ്ങിയത്. അതായത് യു എസ് മൈനസ് ഇൻറ്റു യു എസ് വൈ മൈനസ് സി ട്രേസ് ഓഫ് ഇങ്ങനെയല്ലേ തുടങ്ങിയത്. അപ്പോൾ ട്രേസ് ഓഫ് ഒരു എച്ച് ഇൻറ്റു എച്ച് തീറ്റ എന്നല്ലേ ഉള്ളത്. അതെന്താണ്? ഇവിടുന്ന് എന്ത് എഴുതാം? നോം ഓഫ് എസ് വൈ മൈനസ് സിയുടെ സ്ക്വയർ. മനസ്സിലാവുന്നുണ്ടോ പറയുന്നത്? അപ്പോൾ ഞാൻ വെറുതെ പറഞ്ഞു പോകുന്നതാണോ? അപ്പം നമ്മൾ എ എക്സ് മൈനസ് ബിയുടെ നോമിന്റെ സ്ക്വയറിലാണ് തുടങ്ങിയത്. അപ്പൊ എന്താ രണ്ട് സൈഡിലും സ്ക്വയർ വാല്യൂ കിട്ടി. രണ്ട് സൈഡിൽ നമുക്ക് റൂട്ട് എടുത്താൽ എന്തായി? നോം ഓഫ് എ എക്സ് മൈനസ് ബി ഈക്വൽ ടു നോം ഓഫ് എസ് വൈ മൈനസ് സി അല്ലേ? ഇതിന്റെ വാല്യൂം സെയിം ആണെന്ന് നമ്മൾ പറഞ്ഞു തന്നു. എസ് എന്ന് പറഞ്ഞ മെട്രിക്സ് നമുക്ക് കണ്ടുപിടിക്കാൻ അറിയാം. വൈ എന്തായിരുന്നു? വി സ്റ്റാർ എക്സ് ആയിരുന്നു വൈ. സി എന്തായിരുന്നു? യു സ്റ്റാർ ബി അല്ലേ? അപ്പം ഇതിന്റെ വാല്യൂ മിനിമം വരുന്ന മാത്രം നോക്കിയാൽ മതി. ഇതിന്റെ വാല്യൂം സെയിം ആണ്. എസ് വൈ മൈനസ് സിന്റെ നോം ഓഫ് എസ് വൈ മൈനസ് സിയുടെ വാല്യൂ ചെറുതാവണമെങ്കിൽ വൈക്ക് കിട്ടുന്ന വാല്യൂ ചെറുതാവണം. ഓക്കെ. എസ് എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെയാണ് ഉണ്ടാകുക? എസ് എന്ന് പറഞ്ഞ മെട്രിക്സ് നമ്മൾ എന്ത് ഉപയോഗിച്ച് ഉണ്ടാക്കുക? സിംഗുലർ വാല്യൂസ് ഉപയോഗിച്ച്. ഏറ്റവും വലുതെന്ന് ചെറുതിലേക്ക് വരുന്നത്. അപ്പം നമ്മളൊരു എം ബൈ എൻ മെട്രിക്സ് ആണെങ്കിൽ എസിന്റെ എമ്മിന്റെ സൈസ് സെയിം ആയിരിക്കും അല്ലേ? ഇപ്പൊ എന്താ? സിഗ്മ 1 0 0 0 സിഗ്മ 2 0 0 0 ഇങ്ങനെയല്ലേ വരിക? ഇപ്പൊ ഒരു 2/3 മെട്രിക്സ് ആണെങ്കിൽ ഇങ്ങനെയല്ലേ സിഗ്മ എസ് എന്ന് പറഞ്ഞ മെട്രിക്സ് വരിക? ഇതൊക്കെ സിംഗുലർ വാല്യൂ ആണ്. ഞാൻ ജനറൽ ആയിട്ട് സിഗ്മ 1 സിഗ്മ 2 എന്ന് എടുത്തുള്ളൂ. നമ്മൾ ഫോളോ ചെയ്യുന്നതാണ് കറക്റ്റ് വാല്യൂ ഇത്. വൈയുടെ വാല്യൂ എങ്ങനെയാ? y1 y2. സിയുടെ വാല്യൂ c1 c2. ഒരു 2/3 മെട്രിക്സ് എടുത്തതിനെ കൊണ്ടാണ് നമ്മൾ ഇങ്ങനെ എഴുതി. ജനറലി എം ബൈ എൻ മെട്രിക്സ് എടുത്ത് എഴുതണം. അപ്പൊ എങ്ങനെയാ വരിയത്? അല്ലെങ്കിൽ തൽക്കാലം ഒരു 3/3 മെട്രിക്സ് ആയിക്കോട്ടെ. 0 0 0 y3 c3. അപ്പൊ ഇവിടുന്ന് എന്ത് വരും? സിഗ്മ y1 രണ്ടാമത്തെ എലമെന്റ് സിഗ്മ y2 മൂന്നാമത്തെ എലമെന്റ് 0. ഇത് മെട്രിക്സ് മൾട്ടിപ്ലൈ ചെയ്തപ്പോ മൈനസ് c1 c2 c3 എന്ത് കിട്ടും? സിഗ്മ y1 മൈനസ് c1 സിഗ്മ y2 മൈനസ് c2 മൈനസ് c3 അല്ലേ? ഇതാണ് നമുക്ക് എന്ത് കിട്ടിയത്? എസ് വൈ മൈനസ് സി കിട്ടിയത്. ഓക്കെ, ഇതാണ് എസ് വൈ മൈനസ് സി. ഇനി നോം ഓഫ്
എസ് വൈ മൈനസ് സി. നോം ഓഫ് എസ് വൈ മൈനസ് സി എന്താ? ഇതിലുള്ള ഓരോ എലമെന്റിന്റെയും സ്ക്വയറിന്റെ സമ്മ്. അപ്പം സിഗ്മ y1 മൈനസ് c1 സ്ക്വയർ പ്ലസ് സിഗ്മ y2 മൈനസ് c2 സ്ക്വയർ പ്ലസ് മൈനസ് c3 സ്ക്വയർ. ഇങ്ങനെയല്ലേ ഇതിന്റെ നോം കണ്ടുപിടിക്കുക? അല്ലേ? ഒരു വെക്ടറിന്റെ നോം കണ്ടുപിടിക്കുക ഇങ്ങനെ അതിലെ ഓരോ എലമെന്റ്സിന്റെയും സ്ക്വയറിന്റെ സം എടുത്തിട്ട് റൂട്ട് എടുക്കുകയല്ലേ നമ്മള് നോം. യെസ് സർ. ഇതിന്റെ തിയറി പറഞ്ഞാൽ നിങ്ങൾക്ക് കുറച്ച് ശ്രദ്ധിച്ച് നമുക്ക് ഫോളോ ചെയ്താൽ കറക്റ്റ് അങ്ങ് പോവാം. പക്ഷെങ്കിൽ എങ്ങനെ എടുക്കേണ്ടതെന്ന് അറിഞ്ഞാൽ മാത്രമേ നമുക്ക് വൈയും c1 എടുക്കാൻ ചെയ്യാൻ പറ്റൂ. അതുകൊണ്ടാ ഇത് പറഞ്ഞു പോകും. അപ്പോൾ ഇതിന്റെ വാല്യൂ മിനിമം കിട്ടണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഇതൊരു സംഭവം 0 ആയാലും ഇതിന്റെ വാല്യൂ ഏറ്റവും ചെറുതല്ലേ കിട്ടുക? അല്ലേ? ഇപ്പം സിഗ്മ y1 ഈക്വൽ ടു c1 ആണെങ്കിൽ സിഗ്മ y1 മൈനസ് c1 0 ആയി പോയി. അപ്പൊ അതിന്റെ സ്ക്വയർ 0 ആവും. അപ്പൊ ഇതുപോലെ ഇവിടെയും നമുക്ക് y1 ഇത് സിഗ്മ y1 ഈക്വൽ ടു c1 ആകുന്ന പോലെ ഒരു y1 ചൂസ് ചെയ്താൽ ഇപ്പൊ ഇതിന്റെ സ്ക്വയർ നമുക്ക് 0 ആയിക്കൂടെ? അതേപോലെ തന്നെ ഇവിടെ സിഗ്മ y2 ഈക്വൽ ടു c2 ആകുന്ന പോലെ ഒരു y2 ചൂസ് ചെയ്താൽ നമുക്ക് എന്താക്കാം? ഇത് 0 ആക്കാൻ പറ്റുന്ന വിധത്തിൽ ഒരു y2 ചൂസ് ചെയ്തോടെ? നമുക്ക് y1ന്റെയും y2ന്റെയും വാല്യൂ ചൂസ് ചെയ്തിട്ടാണ് നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ax മൈനസ് ബിയുടെ വാല്യൂയും എസ് വൈ മൈനസ് സിയുടെ വാല്യൂയും സെയിം ആണ്, ഇതിന്റെ നോമിന്റെ വാല്യൂ സെയിം ആണ്. അപ്പോൾ നമ്മൾ വൈക്ക് ചൂസ് ചെയ്യുന്ന വാല്യൂ അത് ചെറുതായാൽ, അപ്പൊ ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന പോലെ y1ഉം y2ഉം ചൂസ് ചെയ്താൽ നമുക്ക് എന്താക്കി ഇതിന്റെ നോം 0 ആക്കാം, ഇതിന്റെ സ്ക്വയറും 0 ആക്കാം, ഇതിന്റെ സ്ക്വയർ 0 ആക്കാം. അപ്പൊ ഇവിടെ നിന്ന് മാത്രമേ വരത്തുള്ളൂ? റൂട്ട് ഓഫ് c3 സ്ക്വയർ മാത്രമേ വരത്തുള്ളൂ. അപ്പൊ എന്തായി? നമുക്ക് ഏറ്റവും ചെറിയ വാല്യൂ കിട്ടും. അപ്പൊ ചെറിയ വാല്യൂ കിട്ടാൻ വേണ്ടി എന്താക്കണം? ഇത് രണ്ടും 0 ആക്കണം. അതായത് അതിന്റെ മീനിങ് എന്ന് വെച്ചാൽ സിഗ്മ y1 ഈക്വൽ ടു c1 ആക്കണം. അതായത് y1 എന്ത് ചൂസ് ചെയ്യണം? c1 ബൈ സിഗ്മ 1 ചൂസ് ചെയ്യണം. അതേപോലെ എന്താ? സിഗ്മ y2 ഈക്വൽ ടു c2 ആവണമെങ്കിൽ എന്താ? y2 എന്ത് ചൂസ് ചെയ്യണം? c2 ബൈ സിഗ്മ 2 ചൂസ് ചെയ്യണം. അപ്പൊ ഇത് രണ്ട് വാല്യൂ കണ്ടുപിടിക്കണം. ആ രണ്ട് വാല്യൂ ഇപ്പൊ y1ന്റെയും y2ന്റെയും വാല്യൂ നമുക്ക് കിട്ടി. y1ന്റെയും y2ന്റെയും വാല്യൂ കിട്ടി. y3യുടെ വാല്യൂ 0 ആയിരിക്കും. അതെന്തുകൊണ്ട്? എന്താ? മൂന്നാമത്തത് 0 ആയതുകൊണ്ട്. നമ്മൾ എടുത്തതിൽ സിഗ്മ 1 സിഗ്മ 2 സിഗ്മ 3 0 അല്ലേ എടുത്ത്? അപ്പൊ അവിടെ സിഗ്മ 3 0 ആയതുകൊണ്ട് y3 0 ആയിരിക്കും. y3 0 ആയി. നമുക്ക് എന്താ അറിയാം? y എങ്ങനെയാ കിട്ടിയത്? v സ്റ്റാർ x എന്ന് അല്ലേ? ഇനി രണ്ട് സൈഡും ഞാൻ v കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് എന്ത് കിട്ടും? v രണ്ട് സൈഡും മൾട്ടിപ്ലൈ ചെയ്തു v സ്റ്റാർ എക്സ്. v ഒരു യൂണിറ്ററി മെട്രിക്സാ. അപ്പം v ഇൻറ്റു v സ്റ്റാർ എന്താ? ഒരു ഐഡന്റിറ്റി മെട്രിക്സാ. i ഇൻറ്റു എക്സ് വരും. അപ്പം vy ഈക്വൽ ടു എക്സ്. അപ്പൊ ഇതേപോലെ തന്നെ എന്താക്കണം? y-ന്റെ വാല്യൂ നമുക്ക് കിട്ടും ഇവിടെ നിന്ന് ചെയ്ത് തരുന്നതും v ഇൻറ്റു y ചെയ്താൽ എക്സ് കിട്ടും. ഇങ്ങനെയാണ് ലീസ്റ്റ് സ്ക്വയർ സൊല്യൂഷൻ കാണുക. തിയറി പാർട്ട് ഒന്ന് മനസ്സിലായിരുന്നത്? അപ്പൊ ഇത് ചൂസ് ചെയ്യേണ്ടിട്ടാണ് ഇത്രയും കാര്യം പറഞ്ഞത്. ഈ y1ന്റെയും y2ന്റെയും വാല്യൂ ചൂസ് ചെയ്യേണ്ടിട്ട്. നമുക്കൊരു പ്രോബ്ലം ചെയ്യാം, കറക്റ്റ് കുറച്ച് പേർക്ക് മനസ്സിലാവും. ഇതാണ് നമുക്ക് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. അതായത് ax ഈക്വൽ ടു ബി. നമ്മൾ എക്സിന്റെ വാല്യൂ ചൂസ് ചെയ്യണം. എക്സിന്റെ വാല്യൂ ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താ കണ്ടുപിടിക്കേണ്ടത്? നോം ഓഫ്
എ എക്സ് മൈനസ് ബി ഏറ്റവും സ്മോൾ വാല്യൂ കിട്ടുന്ന എക്സ് നമ്മൾ ചൂസ് ചെയ്യണം, എക്സ് നമ്മൾ കണ്ടുപിടിക്കണം. അപ്പൊ നമ്മൾ എന്താക്കണം, ആദ്യം ഇതിന്റെ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ചെയ്തിട്ട് എന്താക്കണം, യു കണ്ടുപിടിക്കണം, എസ് കണ്ടുപിടിക്കണം, വി കണ്ടുപിടിക്കണം. നമുക്ക് ഇങ്ങനെ എഴുതാൻ പറ്റും, യു എസ് വി ട്രാൻസ്പോസ് എഴുതാം. അപ്പൊ നമ്മൾ എന്താക്കണം, യു എസും വി കണ്ടുപിടിക്കണം. ഞാൻ തൽക്കാലം ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ചെയ്യാൻ നിങ്ങൾ ഇന്നലെ പഠിച്ചു. അപ്പൊ ഞാൻ യു എസും വി ഡയറക്റ്റ് ഈ ക്വസ്റ്റ്യനിൽ തരാം. ഇല്ലെങ്കിൽ നിങ്ങൾ കണ്ടുപിടിച്ച് നോക്കുക, അത് നിങ്ങൾക്കുള്ള വർക്കായിട്ട് തരാം. തൽക്കാലം ഞാൻ ഫോളോ ചെയ്യേണ്ടിയിട്ട് യു എസും വിയും ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, അപ്പൊ ഇതാണ് എസ് യു വി. നമ്മളെ ക്വസ്റ്റ്യൻ്റെ അകത്ത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് 1 1 2 2 2 2, ബി എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരുന്നു 15 15 മൈനസ് 30. ഓക്കെ, നമ്മൾ എന്താക്കുക, ആദ്യം സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ വെച്ചിട്ട് എസും യുയും വിയും കണ്ടുപിടിക്കുക. ശേഷം എന്താക്കുക, യു സ്റ്റാർ ബി ആണെന്ത് സി. അപ്പം ഇതിന്റെ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എടുക്കുക. ഇതൊക്കെ റിയൽ ആയതുകൊണ്ട് ട്രാൻസ്പോസ് മാത്രം എടുത്താൽ മതി. ഇതിന്റെ ബി എന്ന് പറഞ്ഞ മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് നിങ്ങൾ എഴുതിയെടുത്തോന്ന്, അപ്പൊ യു സ്റ്റാർ ബി എന്താ വരിക, 1/3 മൈനസ് 2/√5 2/√21 2/3 1/√5 0 4/√21 2/3 0 minus 1/√21 into
അപ്പൊ നമുക്ക് എന്ത് കിട്ടും? മൾട്ടിപ്ലൈ ചെയ്താല് 15 × 1/3 5 പ്ലസ് 2/3 × 15 എന്ന് പറഞ്ഞാൽ 13/3 10 മൈനസ് 20. ഇവിടെ നിന്ന് കിട്ടും minus 2/√5 into 15 plus 1/√5 into 15 plus 0 30/√21 plus 60/√21 minus 30/√21. ഇതാണ് നമുക്ക് എന്ത് കിട്ടിയേ? സിയുടെ വാല്യൂ. അപ്പോൾ സി ഒന്നുകൂടി സിമ്പിൾ ആയിട്ട് ഇരിക്കാൻ എന്ത് കിട്ടുക? -5 minus 30/√5 plus 15/√5. എന്താണ്? minus 15/√5. minus 5 into 3/√5. √5 5 നമുക്ക് കട്ട് ചെയ്താൽ എന്ത് വരും? minus 3√5 വരും. 5 നമുക്ക് എങ്ങനെ എഴുതാം? √5 into √5 എഴുതി ഇതൊന്ന് കട്ട് ചെയ്തു. അപ്പൊ -3 into √5. ഇതേപോലെ തന്നെ അടുത്തും ചെയ്താൽ എന്ത് കിട്ടും? 60/√21. അതിനെ വേണമെങ്കിൽ സിംപ്ലിഫൈ ചെയ്യാം. തൽക്കാലം നമുക്ക് അങ്ങനെ തന്നെ നോക്കാം. അപ്പൊ നമുക്ക് സിയുടെ വാല്യൂ കിട്ടി. നമുക്ക് എന്താണ്? y1 ഉം y2 കണ്ടുപിടിക്കണം. y1 ഉം y2 കണ്ടുപിടിക്കുന്ന y1 എങ്ങനെയാ ഏറ്റവും ചെറുതാവുക? σ1/c1. y2 ഏറ്റവും ചെറുതാവുക σ2/c2 അല്ലേ? ഇവിടെ σ1 എന്തായിരുന്നു? √18 അല്ലേ? ഓക്കെ, നേരെ തിരിഞ്ഞു പോയി കേട്ടോ. c1/σ1 ഉം c2/σ2. അപ്പൊ c1ന്റെ വാല്യൂ -5, സിഗ്മയുടെ വാല്യൂ എന്തായിരുന്നു? √18 അല്ലേ? ഫോളം ചെയ്യുന്ന കണക്ട് ആവുന്നുണ്ടോ? ചെയ്തത് മനസ്സിലായിരുന്നു? ധന്യ, ഓക്കെ സർ. എനിക്ക് മനസ്സിലായില്ലെങ്കിൽ ഒന്നുകൂടി പറഞ്ഞുതരാം. സർ ഇതിൽ y1 y2 രണ്ട് വാല്യൂ ഉള്ളത് നമുക്ക് എങ്ങനെയാ കിട്ടണേ? y1 ഉം y2 ഉള്ളൂന്ന്. y1 ഉം y2 ഉള്ളത്. അപ്പൊ y1 നമ്മൾ എങ്ങനെയാണ് ചൂസ് ചെയ്ത്? അല്ല, രണ്ട് എലിമെന്റ്സ് ഉള്ളൂ എന്നുള്ളത് നമുക്ക് എങ്ങനെയാ മനസ്സിലാവുക? അതാ പറഞ്ഞു വരുന്നത് ഞാൻ. y1 നമ്മൾ എങ്ങനെയാ എടുത്തത്? v സ്റ്റാർ എന്തായിരുന്നു? v സ്റ്റാർ x അല്ലേ y ആയിട്ട് ചൂസ് ചെയ്ത് അല്ലേ? അപ്പം v സ്റ്റാർ എന്താ ഇവിടെ? ഒരു 2/2 മാട്രിക്സ് അല്ലേ? ഓക്കെ. അപ്പൊ ഇതൊരു 2/2 മാട്രിക്സ്. നമുക്ക് ax = b എന്നല്ലേ ചോദിച്ചേ? a ഒരു എന്താ? m/n മാട്രിക്സ് അല്ലേ നമ്മൾ എടുത്തത്? ജനറലി m/n മാട്രിക്സ്. x എന്താ? ഒരു n/1 മാട്രിക്സ് അല്ലേ? അപ്പൊ x എന്താ ഇവിടെ? ഒരു 2/1 മാട്രിക്സ് അല്ലേ? അപ്പം v സ്റ്റാർ x എന്താ വരിക? 2/2 into 2/1 എന്ന് വെച്ചാൽ 2/1 അല്ലേ? അപ്പൊ എന്താ? രണ്ട് റോയും ഒറ്റ കോളും.
അതാ ഞാൻ ജർണി പ്രൂഫ് എം ബൈ എൻ എടുത്ത് ചെയ്തത്. ഇപ്പൊ എക്സ് എന്താണ്, n/1 ആണ്. അപ്പൊ y എന്താണ്, വൈയും n/1 ആണ്. y1 y2 എക്സെട്രാ yn വരണമെന്ന്. ഇവിടെ നമുക്ക് 2/1 ആയതുകൊണ്ട് y1 ഉം y2. ഓക്കെ അല്ലേ? യെസ് സർ. ഓക്കെ, അപ്പൊ എന്താക്കി നമുക്ക് y1ന്റെ വാല്യൂ കിട്ടി. എന്താ, -5/√18. എന്താ, സിഗ്മ 2ന്റെ വാല്യൂ 0 ആ. അപ്പൊ y2ന്റെ വാല്യൂ 0 ആയി ചൂസ് ചെയ്യാം. കാരണം 0 കണ്ട് നമുക്ക് ഡിവിസിബിൾ പോസിബിൾ അല്ല. അപ്പൊ ഒറ്റ വാല്യൂ ഒരു സിഗ്മ 1 മാത്രം ഉള്ളെങ്കിൽ y1 മാത്രമേ ഉണ്ടാവും. ഒരു സിഗ്മ 2 ഉണ്ടെങ്കിലാണ് y2 ഉണ്ടാവും. അടുത്ത സിഗ്മ 2 ഇല്ലെങ്കിൽ എന്താ, നമ്മൾ എസ്സിൽ ആകെ ഒരു സിഗ്മ 1 ഉള്ളൂ. നമുക്കിപ്പം y1 മാത്രമേ നമുക്ക് കിട്ടും. എത്ര സിഗ്മ 1 ഉണ്ടോ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് y1 y2 എക്സെട്രാ yn കിട്ടുന്നു, നമ്മൾ എടുക്കുന്ന മെട്രിക്സിന് കറസ്പോണ്ടിങ് ആയിട്ട്. അപ്പൊ ഇവിടെ ഒരു സിഗ്മ 1 മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് y1ന്റെ വാല്യൂ മാത്രമേ കിട്ടൂ, y2ന്റെ വാല്യൂ 0 ആയിരിക്കും അവിടെ. അപ്പൊ എത്ര സിഗ്മ 1 ഉണ്ടോ, പോസിറ്റീവ് സിഗ്മ 1 ഉണ്ടോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടായിരിക്കും നമുക്ക് y1 y2 ഒക്കെ കിട്ടുക. അപ്പൊ y1ന്റെ വാല്യൂ എങ്ങനെ കിട്ടി, y1ന്റെ വാല്യൂ കിട്ടി. ഇപ്പൊ എങ്ങനെയായി, y എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായി, y1 y2, അതായത് എന്തായി, -5/√18ഉം 0യും. ഇതാണ് നമുക്ക് കിട്ടിയ y. ഓക്കെ, ഞാൻ എക്സ് കിട്ടാൻ എന്ത് ചെയ്യുന്നുണ്ട്, vy-ന്റെ എന്താണ്, എക്സ് അല്ലേ. സാറേ y2 എങ്ങനെ സാറേ 0 ആയേ? ഇപ്പൊ നമുക്ക് ഒരു സിഗ്മ 1 അല്ലേ ഉള്ളൂ അവിടെ, നമ്മൾ എടുത്ത എസ്സിനകത്ത് ഒരു പോസിറ്റീവ് സിംഗുലർ വാല്യൂ അല്ലേ ഉള്ളൂ. √18 അപ്പൊ ഒരു പോസിറ്റീവ് സിംഗുലർ വാല്യൂ ആണ് ഉള്ളെങ്കിൽ നമുക്ക് ഒരു y1 മാത്രമേ കിട്ടൂ. രണ്ടാമത്തെ y1 എടുക്കാൻ സിഗ്മ 2 എന്ന സംഭവം ഇല്ലാലോ. സിഗ്മ 2 അവിടെ 0 അല്ലേ. ഓക്കെ, നമ്മൾ എസ് എടുത്ത് എങ്ങനെ, √18 0 0 0 0 ഇങ്ങനെയല്ലേ എടുത്ത്. നമുക്ക് ഒരു സിംഗുലർ വാല്യൂ ഉള്ളൂ. അപ്പൊ കറസ്പോണ്ടിങ് ആയിട്ട് നമുക്ക് കിട്ടുന്ന മെട്രിക്സിൽ ഒരു y1 ഉണ്ടാവും. അപ്പൊ നമ്മൾ ഇങ്ങനെ ആയിരുന്നെങ്കിലോ, ഇവിടെ ഒരു √2 ഉണ്ടെന്ന് വിചാരിക്കാം. കോളത്തിലല്ല, ഞാൻ അല്ലാണ്ട് പറയാണ്. ഇവിടെ √2 ഉണ്ടായിരുന്നെങ്കിൽ എന്താ, നമുക്ക് ഈ y2ന്റെ വാല്യൂ കിട്ടും. എങ്ങനെ എടുക്കാം, c2ന്റെ വാല്യൂ എന്താ, -3√5, c2ന്റെ വാല്യൂ -3√5/√2. ഇതാണ് നമുക്ക് y2ന്റെ വാല്യൂ. നമുക്ക് ഒരു സിഗ്മ 1 മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പൊ നമുക്ക് ഒരു y1 മാത്രമേ കിട്ടൂ. ഇനി നമ്മൾ പറഞ്ഞില്ലേ vy ആണ് x എന്ന് അല്ലേ. ഓക്കെ, വിയുടെ വാല്യൂ എന്തായിരുന്നു, വി എന്ന് പറഞ്ഞ മെട്രിക്സ് 1/√2 1/√2 1/√2 1/√2 1/√2 മൈനസ് അല്ലേ, 1/. കറക്റ്റ്. അപ്പൊ y എന്താ കിട്ടി നമുക്ക്, -5/√18ഉം 0യും. അപ്പോൾ ഇത് മൾട്ടിപ്ലൈ ചെയ്താണ് കിട്ടുന്ന വാല്യൂ ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. ഇത് മൾട്ടിപ്ലൈ എന്താ വരിക, -5 /√2 into √18 -5/√2 into √18 അല്ലേ. ഇതെന്താണ്, -5/6 5/6. -5/6 -5/6. ഇതാണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. ഈ എക്സിന്റെ വാല്യൂന്റെ പ്രത്യേകത എന്താ, norm of ax minus b, ഏറ്റവും മിനിമം കിട്ടുന്ന എക്സ് ആണ് നമ്മളിപ്പം കണ്ടുപിടിച്ചത്. ഓക്കെ അല്ലേ. ഓക്കെ, അപ്പൊ ഇതിന്റെ 1-2 പ്രോബ്ലം ഞാൻ തരാം, അതൊന്ന് നിങ്ങൾ ജസ്റ്റ് ചെയ്ത് നോക്കിയാൽ മതി. അപ്പൊ നിങ്ങൾക്ക് കറക്റ്റ് മനസ്സിലാവും. അപ്പൊ നമ്മൾ ഈ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ പഠിച്ചാലൊന്നും ചെയ്യാനത്. അപ്പൊ ഈ ലീസ്റ്റ് സൊല്യൂഷൻ കണ്ടുപിടിക്കാൻ വേറൊരു മെത്തേഡ് ഉണ്ട്. അപ്പൊ അത് അടുത്ത സംഭവം പഠിച്ചാലാണ് ചെയ്യാൻ പറ്റുക. അപ്പൊ രണ്ട്
ഇപ്പോൾ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ഡയറക്റ്റ് ഇതിലൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞ ക്വസ്റ്റ്യൻ ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞത്. വേറെ ക്വസ്റ്റ്യൻ എന്ത് തന്നു വെച്ചാൽ നമ്മള് മോറി പെൻറോസ് എന്ന് പറഞ്ഞ മെത്തേഡ് ഉണ്ട്, അത് വെച്ചിട്ടും കണ്ടുപിടിക്കാനും പറയുന്നുണ്ട്. ഇപ്പൊ രണ്ട് മെത്തേഡ് നിങ്ങൾ പഠിക്കണം. ഈ മെത്തേഡ് ഒന്ന് രണ്ട് ബോളം ഞാൻ അയച്ചു തരാം, അതൊന്ന് ചെയ്ത് നോക്കുക. നമുക്കിനി അടുത്ത കുറച്ച് കാര്യങ്ങൾ പഠിക്കണം. ഈ ഒരു m by n മെട്രിക്സ് ഇതിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യോ? ഈ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവുമോ? നമ്മൾ ജനറലി ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് ഉണ്ടാവണം എന്തായിരിക്കണം? അതെന്തായാലും സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. കൂടാതെ എന്തായിരിക്കണം? ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയിരിക്കണം, അല്ലേ? ഒരു സ്ക്വയർ മെട്രിക്സിന് മാത്രമേ നമുക്ക് ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റൂ. ഡിറ്റർമിനന്റ് 0 ആയാൽ മാത്രമാണ് എന്ന മെട്രിക്സ് നമുക്ക് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുമെന്ന് പറയാൻ പറ്റും. കൂടാതെ സ്ക്വയർ മെട്രിക്സ് ആയാൽ മാത്രമേ നമുക്ക് എന്തായിരിക്കും ഡിറ്റർമിനന്റ് കണ്ടുപിടിക്കാൻ പറ്റും. ഇപ്പൊ ഒരു ഡെഫിനിഷൻ അതായത് ജനറലൈസ്ഡ് ഇൻവേഴ്സ് ഓഫ് എ m by n മെട്രിക്സ് എ. അതായത് ഇവിടെ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമ്മൾ സാധാരണ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്ന ഇപ്പൊ സ്ക്വയർ മെട്രിക്സിനും ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയ മെട്രിക്സിന് മാത്രം നമ്മൾ ഇൻവേഴ്സ് എടുത്തോണ്ടിരുന്നു. പക്ഷെ നമ്മളിപ്പോ ജനറലൈസ്ഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് എല്ലാ മെട്രിക്സിനും എടുക്കാൻ പറ്റും. അപ്പൊ അതിന്റെ സ്ക്വയർ മെട്രിക്സ് ആവണം എന്നൊരു നിർബന്ധമില്ല. കണ്ടീഷൻ എന്ന് വെച്ചാൽ ഇപ്പൊ ജനറലൈസ്ഡ് ഇൻവേഴ്സ് ഓഫ് എ m by n മെട്രിക്സ്, അതായത് സ്ക്വയർ മെട്രിക്സ് ആവണം എന്ന് നിർബന്ധമില്ല. ഈ n by m മെട്രിക്സ് m by n മെട്രിക്സിന്റെ ജനറലൈസ്ഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ഒരു n by m മെട്രിക്സ് a equal to g a e വിളിക്കാം ജനറലൈസ്ഡ് ഇൻവേഴ്സ്. അപ്പൊ നമുക്ക് ഏത് മെട്രിക്സിനും നമുക്ക് ജനറലൈസ്ഡ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഏത് മെട്രിക്സിനും ജനറലൈസ്ഡ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാം. നോർമൽ മെത്തേഡ് അല്ല, 0 മെട്രിക്സിന് മാത്രം നമ്മൾ ഇൻവേഴ്സ് കണ്ടുപിടിക്കുന്നത്. അപ്പൊ നമ്മൾ അതല്ല പറയുന്നത്. ഒരു മെട്രിക്സ് ഒരു m by n മെട്രിക്സ് ഇപ്പൊ ഒരു 2/3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. അപ്പം നമുക്കൊരു a എന്ന് പറഞ്ഞ ഒരു 2/3 മെട്രിക്സ് ആണെന്ന് വിചാരിക്കാം. അതിന്റെ ഇൻവേഴ്സ് നമുക്ക് g എന്ന് വിളിക്കാം, ജനറലൈസ്ഡ് ഇൻവേഴ്സ്. അത് എന്ത് മെട്രിക്സ് ആയിരിക്കും? ഒരു 3/2 മെട്രിക്സ് ആയിരിക്കും. ഇതിന്റെ ഓർഡർ നേരെ റിവേഴ്സ് ആവും. 3/2 മെട്രിക്സ് സച്ച് ദാറ്റ് എന്തായിരിക്കണം? a g a എന്ന് പറയുന്നത് a ആയിരിക്കണം. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ എന്താ? നമുക്ക് g-നെ ജനറലൈസ്ഡ് ഇൻവേഴ്സ് ഓഫ് a എന്ന് വിളിക്കാം. ഡെഫിനിഷൻ ക്ലിയർ ആയോ? ഒന്നുകൂടെ പറയാമോ സാറേ? ക്ലിയർ ഉണ്ടായിരുന്നില്ല. ഓക്കെ. അപ്പം ഞാൻ പറഞ്ഞു വന്നു വെച്ചാല് നമുക്ക് സാധാരണഗതിയിൽ ഒരു മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ സാധാരണഗതിയിൽ നമ്മൾ ഒരു a എന്നാണ് മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അതൊരു സ്ക്വയർ മെട്രിക്സ് ആയിരിക്കണം. അതായത് ഇപ്പൊ a ഒരു 3/3 മെട്രിക്സ് ആയിരിക്കണം, അല്ലെങ്കിൽ n by n മെട്രിക്സ് ആയിരിക്കണം. കൂടാതെ എന്തായിരിക്കണം? ഡിറ്റർമിനന്റ് ഓഫ് a നോട്ട് ഈക്വൽ ടു 0 ആവണം. അങ്ങനെ ഒരു മെട്രിക്സിനെ നമ്മൾ സാധാരണ ഇൻവേഴ്സ്, നമ്മൾ നോർമൽ ആയിട്ടുള്ള ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നെന്ന് പറയുന്നു. പക്ഷെ നമ്മൾ ഇവിടെ പറഞ്ഞത് ജനറലൈസ്ഡ് ഇൻവേഴ്സ്. അത് നമുക്ക് ഏത് മെട്രിക്സിനും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. സ്ക്വയർ മെട്രിക്സ് ആണെന്ന് നിർബന്ധമില്ല. ഏത് ഓർഡറുള്ള മെട്രിക്സിനും നമുക്ക് എന്തായിരിക്കാം? ജനറലൈസ്ഡ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. അതിന്റെ പ്രത്യേകത എന്താ? ഇപ്പോൾ a ഒരു m by n മെട്രിക്സ് ആണെങ്കിൽ
അതിന്റെ ജനറലൈസ്ഡ് ഇൻവേഴ്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് n/m. നേരെ ഓർഡർ റിവേഴ്സ് ആവും. ഓർഡർ എന്ന് പറയുന്നത് n/m. നമുക്ക് ആ ജനറലൈസ്ഡ് ഇൻവേഴ്സിനെ g എന്ന് വിളിക്കാം. ആ g എന്ത് സാറ്റിസ്ഫൈ ചെയ്യണം? a g a ഈക്വൽ ടു a. a ഇൻറ്റു g ഇൻറ്റു a എന്ന് പറയുന്നത് a ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഓർഡർ n/m ആവുകയും ചെയ്യും. ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്താൽ നമുക്ക് g എന്ത് വിളിക്കാം? ജനറലൈസ്ഡ് ഇൻവേഴ്സ് ഓഫ് a എന്ന് വിളിക്കാം. ക്ലിയർ ആയോ? ഓക്കെ സർ. ഓക്കെ. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. ഇത് സാറ്റിസ്ഫൈ ചെയ്യാൻ മാത്രം എക്സിസ്റ്റ് ചെയ്യും. അപ്പോൾ ഒരു എ എന്ന് പറഞ്ഞ മെട്രിക്സിന് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണം നിർബന്ധമില്ല. ഇപ്പോൾ ഒരു സംഭവം എടുത്ത് നമ്മൾ, അപ്പോൾ അത് ഈ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. കിട്ടുന്ന g എന്ന് പറഞ്ഞ മെട്രിക്സ് എന്തായിരിക്കണം? ഈ പ്രോപ്പർട്ടി എന്തായാലും സാറ്റിസ്ഫൈ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ അതിന് എന്ത് പറ്റൂ? ജനറലൈസ്ഡ് ഇൻവേഴ്സ് ഓഫ് a എന്ന് വിളിക്കും. അടുത്തത് മോറി-പെൻറോസ് ഇൻവേഴ്സ്. അതായത് നമ്മൾ എ ഒരു m/n മെട്രിക്സ്, അതിന് മോറി-പെൻറോസ് ഇൻവേഴ്സ് ഒരു g എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പറയണമെങ്കിൽ അതിന്റെ ഓർഡർ എന്തായിരിക്കും? ആ g എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഓർഡർ n/m ആയിരിക്കും. കൂടാതെ എന്തായിരിക്കണം? അത് 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യണം. ഒന്നാമത്തെ പ്രോപ്പർട്ടി എന്താണ്? a g a എന്ന് പറയുന്നത് a ആയിരിക്കും. രണ്ടാമത്തെ പ്രോപ്പർട്ടി g a g എന്ന് പറയുന്നത് g ആയിരിക്കും. മൂന്നാമത്തെ പ്രോപ്പർട്ടി a g g യും ഹെർമിഷ്യൻ മാട്രിക്സ് ആയിരിക്കും. ഹെർമിഷ്യൻ വെച്ചാൽ a സ്റ്റാർ ഈക്വൽ ടു a ആവുന്നു. ഓക്കെ. അപ്പം ഇതിന് ഒരു മോറി-പെൻറോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ അത് ഈ 3 പ്രോപ്പർട്ടീസ് സാറ്റിസ്ഫൈ ചെയ്യണം. അപ്പോൾ a ഒരു m/n മെട്രിക്സ് ആണ് എക്സിസ്റ്റ് ചെയ്യണമെങ്കിൽ, a ഒരു m/n മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ മോറി-പെൻറോസ് ഇൻവേഴ്സിന്റെ ഓർഡർ എന്ന് പറയുന്നത് n/m. ഈ 3 പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടെങ്കിൽ അത് എക്ക് ഒരു മോറി-പെൻറോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് പറയാം. ഡെഫിനേഷൻ ക്ലിയർ ആയോ? പിന്നെ ഈ ഇൻവേഴ്സിനെ എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോറി-പെൻറോസ് ഇൻവേഴ്സിനെ നമുക്ക് a+ എന്ന് വിളിക്കാം. ഡെഫിനിഷൻ ക്ലിയർ ആയോ? denoted by a+. Definition. ഓക്കെ. ഈ ഒരു കാര്യം നമ്മൾ a എന്ന് പറഞ്ഞ മെട്രിക്സ് 1 0 0 0 ആയിട്ട് എടുത്തു. ഇതിന്റെ ജനറലൈസ്ഡ് ഇൻവേഴ്സ് യുണീക്ക് അല്ല. കാരണം എന്താ? ഞാനിപ്പം g ഈക്വൽ ടു ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആയിട്ട് എടുത്തു. a g a എന്ത് കിട്ടും? a എന്താ? 1 0 0 1. ഐഡന്റിറ്റി മെട്രിക്സ് കൊണ്ട് ഏത് മെട്രിക്സ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താലും സെയിം മെട്രിക്സ്. i ഇൻറ്റു 1 0 0 0 എന്താ കിട്ടുക? 1 0 0 0 അല്ലേ കിട്ടുക? അപ്പൊ a തന്നെ കിട്ടി. ഇനി ഞാൻ ഐക്ക് പകരം 1 0 0 0 തന്നെ എടുത്താലോ? അപ്പോഴും കിട്ടുക 1 0 0 0 തന്നെ. ഓക്കെ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് വെച്ചാൽ നമുക്ക് ഇപ്പൊ ഒരു
എടുത്ത മെട്രിക്സിന് ജനറലൈസ്ഡ് ഇൻവേഴ്സ് യുണീക്ക് അല്ല. നമുക്ക് ഇതേ ഈ എ എന്ന് പറഞ്ഞ മെട്രിക്സ് രണ്ട് ജനറലൈസ്ഡ് ഇൻവേഴ്സ് നമുക്ക് ഇവിടെ കണ്ടെത്താൻ പറ്റി. ഐഡന്റിറ്റി മെട്രിക്സ് എടുക്കാൻ പറ്റി, സെയിം മെട്രിക്സ് എടുത്താലും അതെന്താക്കി ജനറലൈസ്ഡ് ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടി സാറ്റിസ്ഫൈ ചെയ്തു. അതുകൊണ്ട് മീൻ ചെയ്യുന്നത് വെച്ചാൽ ജനറലൈസ്ഡ് ഇൻവേഴ്സ് എന്തില്ല, യുണീക്ക് അല്ല. ക്ലിയർ ആയോ? Yes, sir. ഓക്കെ. ഇനിയിപ്പം നമ്മൾ ജനറലൈസ്ഡ് ഇൻവേഴ്സിന്റെ പ്രോപ്പർട്ടി എന്തായിരിക്കണം? ജി സാറ്റിസ്ഫൈ ആണെങ്കിൽ എ ജി എ എന്ന് പറയുന്നത് എന്തായിരിക്കണം? എ ആയിരിക്കണം. നമ്മൾ എ എന്ന് പറയുന്ന ഗിവൺ മെട്രിക്സ് ഒരു n by n മെട്രിക്സ്, അതായത് സ്ക്വയർ മെട്രിക്സ് ഇൻവേർട്ടിബിൾ. നമുക്ക് തരുന്ന മെട്രിക്സ് ഒരു n by n സ്ക്വയർ മെട്രിക്സ് തരുന്നു, ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആയ മെട്രിക്സ് എഴുതുന്നു. ഓക്കെ, അതായത് എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഒരു സ്ക്വയർ മെട്രിക്സ്, കൂടാതെ അത് ഇൻവേർട്ടിബിൾ ആണ്, അതായത് ഡിറ്റർമിനന്റ് നോട്ട് ഈക്വൽ ടു 0 ആണ്. അതായത് ഇൻവേഴ്സ് ഉള്ള ഒരു മെട്രിക്സ് ആണ്. നമുക്കറിയാം ഒരു മെട്രിക്സിന് ഒരു യുണീക്ക് ഇൻവേഴ്സേ ഉള്ളൂ. ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സിന്, ഒരു സ്ക്വയർ ആയിട്ടുള്ള ഇൻവേർട്ടിബിൾ മെട്രിക്സിന് ആകെ ഒരു ഇൻവേഴ്സേ ഉള്ളൂ, അല്ലേ? അത് നമുക്ക് യുണീക്ക് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പം ഇപ്പൊ തരുന്ന മെട്രിക്സ് ഒരു സ്ക്വയർ ഇൻവേർട്ടിബിൾ, തരുന്നത് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ അതിന്റെ ജനറലൈസ്ഡ് ഇൻവേഴ്സ് എന്തായിരിക്കും? എ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ്, അതായത് എ ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യും. നമുക്ക് ജി ഈക്വൽ ടു എ ഇൻവേഴ്സ് എടുത്താൽ എന്താ വരിക? എ ഇൻറ്റു എ ഇൻവേഴ്സ് ഇൻറ്റു എ ഈക്വൽ ടു എന്താ വരിക? എ ഇൻറ്റു എ ഇൻവേഴ്സ് എന്താ? ഐ ഇൻറ്റു എ തന്നെ. അപ്പൊ നമുക്ക് അപ്പൊ എന്താക്കി? ഇപ്പൊ ഇവിടുത്തെ ജനറലൈസ്ഡ് ഇൻവേഴ്സ് എന്തായി? എ ഇൻവേഴ്സ് ആയി. അതായത് നമുക്ക് തരുന്ന മെട്രിക്സ് ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണെങ്കിൽ, ജനറലൈസ്ഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ നോർമൽ ആയിട്ടുള്ള ഇൻവേഴ്സ് തന്നെയായിരിക്കും. സാധാരണ ഇൻവേഴ്സ്, അതായത് യുണീക്ക് ആയിട്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. നമുക്കൊരു എ എന്ന് പറഞ്ഞ മെട്രിക്സ് ഇങ്ങനെയാ തരുന്നെങ്കിലോ 2 0 0 1. അപ്പൊ എന്താ ഇതിന്റെ ഡിറ്റർമിനന്റ് എന്താ? 2 ആണ്. അതായത് ഇതൊരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്, അല്ലേ? ഇതൊരു ഇൻവേർട്ടിബിൾ മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ ജനറലൈസ്ഡ് ഇൻവേർട്ടിബിൾ മെട്രിക്സിന്റെ ജനറലൈസ്ഡ് ഇൻവേഴ്സ് എന്ന് പറയുന്നത് ആ മെട്രിക്സിന്റെ ഇൻവേഴ്സ് തന്നെയായിരിക്കും. പക്ഷെങ്കിൽ ഒരു ഡിറ്റർമിനന്റ് 0 ആയ, അതായത് ഇൻവേർട്ടിബിൾ അല്ലാത്തൊരു മെട്രിക്സിന്റെ ഇൻവേഴ്സ് യുണീക്ക് ആവണം നിർബന്ധമില്ല. അതിനുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ നേരത്തെ പറഞ്ഞത് 1 0 0 0. ഇതിന് നമുക്ക് ഒന്ന് കൂടുതൽ ജനറലൈസ്ഡ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറ്റി. പക്ഷെങ്കിൽ ഒരു ഇൻവേർട്ടിബിൾ മെട്രിക്സിന് ഒന്ന് കൂടുതൽ ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല ജനറലൈസ്ഡ്. ഓക്കെ അല്ലേ? Yes, sir. ഇനി എ എന്ന് പറഞ്ഞൊരു മെട്രിക്സിന്, എ ഒരു m by n മെട്രിക്സിന് മോറെ പെൻറോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പൊ തന്നിരിക്കുന്ന മെട്രിക്സിൽ മോറെ പെൻറോസ് ഇൻവേഴ്സ് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് യുണീക്ക് ആയിരിക്കും. അപ്പൊ എ എന്ന് പറഞ്ഞ മെട്രിക്സിന് ഒരു ജി മാത്രമേ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റൂ. എങ്ങനെ? എ ജി എ എന്ന് പറയുന്നത് എ സാറ്റിസ്ഫൈ ചെയ്യണം, ജി എ ജി എന്ന് പറയുന്നത് ജി ആയിരിക്കണം, എ ജിയും ജി എയും ഹെർമിഷ്യൻ മെട്രിക്സ് ആയിരിക്കണം. ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന നമുക്ക് ഒന്ന് മാത്രമേ കണ്ടെത്താൻ പറ്റൂ, അതായത് യുണീക്ക് ആയിരിക്കും എന്നാ പറയുന്നത്. ഉണ്ടെങ്കിൽ യുണീക്ക് ആയിരിക്കും, ഉണ്ടെങ്കിൽ. ഓക്കെ, ഇനി നമുക്ക് ഈ മോറെ പെൻറോസ് ഇൻവേഴ്സ് എങ്ങനെയാ കണ്ടുപിടിക്കുന്നത് നോക്കണം. അപ്പൊ നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പറിനകത്ത് ഈ ക്വസ്റ്റ്യൻ കണ്ടു, ചില ഇയറിലും ചോദിച്ചതായിട്ട്. അപ്പോൾ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ സിമ്പിൾ ആണ്. കാരണം എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ
സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ചെയ്യാൻ നമുക്കറിയാം. അപ്പൊ ഇതൊക്കെ അതിന്റെ അപ്ലിക്കേഷൻ ആണ്. അപ്പൊ ഇതിനെങ്ങനെ കണ്ടുപിടിക്കുക? യു എസ് വി ട്രാൻസ്പോസ്. ഇപ്പോൾ റിയൽ ആണെങ്കിലാണ് ട്രാൻസ്പോസ്, കോംപ്ലക്സ് ആണെങ്കിൽ ട്രാൻസ്പോസ് കോൺജുഗേറ്റ് എടുക്കണം, സ്റ്റാർ എടുക്കണം. നമുക്ക് എയുടെ മോർ ഓഫ് ഇൻവേഴ്സ് ഇൻവേഴ്സിന് നമ്മൾ എ പ്ലസ് എന്നാണ് ഡിനോട്ട് ചെയ്തിരുന്നത്. ഓക്കെ, നമുക്ക് എസ് എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെയായിരിക്കും ഉണ്ടാവുക? എസ് എന്ന് പറഞ്ഞ മെട്രിക്സ് എങ്ങനെയാണ് ഉണ്ടാവുക? സിംഗുലർ വാല്യൂ വെച്ചിട്ട് സിഗ്മ 1 0 0 എക്സെട്ര 0 0 സിഗ്മ 2 എക്സെട്ര 0 ഇങ്ങനെയല്ലേ ഉണ്ടാവുക ഒരു m/n മെട്രിക്സിന്. ഇപ്പൊ നേരത്തെ നമ്മൾ എടുത്ത പോലെ ഒരു √18 0 0 0 0 0 ഇതായിരുന്നു നമ്മളെ എസ് അല്ലേ? അപ്പം സിംഗുലർ മെട്രിക്സ് ഇതൊരു എന്താണ്? സിംഗുലർ വാല്യൂ ഉപയോഗിച്ച് ഉണ്ടാക്കിയ ഒരു മെട്രിക്സ് ആണ് എസ് എന്ന് പറയുന്നത്. എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഗുലർ വാല്യൂ ഉപയോഗിച്ച് ഉണ്ടാക്കിയ മെട്രിക്സ് ആണ് എസ്. അപ്പൊ എസ് പ്ലസ് എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ എഴുതാം? ഓക്കെ, എസ് പ്ലസ് എന്ന് പറയുന്നത് ജനറൽ ആയിട്ട് നമുക്ക് എസ് പ്ലസ് എന്ന് പറഞ്ഞ മെട്രിക്സിനെ ആൽഫ ഐ ജെ എന്ന് വിളിക്കാം. ആൽഫ ഐ ജെ m/n മെട്രിക്സ് ആണ്. ആൽഫ ഐ ജെ ഒരു n/m മെട്രിക്സ്. ഇത് m/n ആണെങ്കിൽ ആൽഫ പ്ലസ് എന്താ? ഇൻവേഴ്സ് അല്ലേ? അതെന്താ? n/m ആയിരിക്കും. ഓർഡർ നേരെ ചേഞ്ച് ചെയ്യും. കൂടാതെ എന്താ? ആൽഫ ഐ ഐ ഡയഗണൽ ആയിട്ട് വരുന്ന എലമെന്റ് ഈക്വൽ ടു 1/σ1. ആൽഫ ഐ ജെ ഈക്വൽ ടു 0, ഐ ഈക്വൽ ടു ജെ, ഐ നോട്ട് ഈക്വൽ ടു ജെ. അതായത് നമ്മൾ ഇതിന്റെ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഇതാണ് നമ്മുടെ എസ്. അപ്പൊ ഇതിന്റെ എസ് പ്ലസ് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഇതൊരു 3/2 മെട്രിക്സ് ആണ്. അപ്പൊ ഇതിന്റെ എസ് പ്ലസ് ഏത് മെട്രിക്സ് ആയിരിക്കും? ഒരു 2/3 മെട്രിക്സ് ആയിരിക്കും. അതിന്റെ ഫസ്റ്റ് എലമെന്റ് എന്താ? 1/σ1. σ1 √18. അപ്പൊ 1/√18 0 0 0 0 0 ഇതാണ് എസ് പ്ലസ്. ഓക്കെ അല്ലേ? എസ് പ്ലസ് കണ്ടുപിടിച്ച് സിംഗുലർ വാല്യൂ ഉപയോഗിച്ചുണ്ടാക്കുന്ന മെട്രിക്സിന്റെ മോർ ഓഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. ഓക്കെ അല്ലേ? ഇതിന്റെ ഇൻവേഴ്സ് എങ്ങനെയായിരിക്കും? ഞാൻ എസ് എന്ന് പറഞ്ഞ ഒരു പുതിയ മാട്രിക്സ് ഇതിന്റെ ഇൻവേഴ്സ് എങ്ങനെയായിരിക്കും? ഇതിന്റെ എസ് പ്ലസ് എങ്ങനെയായിരിക്കും? ഒരാൾ പറഞ്ഞേ. ഇതൊരു 2/3 മെട്രിക്സ് ആണ്. 2 റോയും 3 കോളവും. എങ്ങനെയായിരിക്കും? 0 4 0 0. 1/9 0 1/9 0 0 1/4. അതായത് എസ് പ്ലസ് എന്ന് പറയുന്ന ഒരു 3/2 മെട്രിക്സ് ആയിരിക്കും. നേരെ ഇതിന്റെ ഓർഡർ ചേഞ്ച് ചെയ്യും. ഇത് 2/3 ആണെങ്കിൽ അത് 3/2 ആയിരിക്കും. അപ്പൊ എങ്ങനെ വരിക? 1/9 0. അടുത്ത ലെവൽ എങ്ങനെ വരിക? 0 1/4. 1/4. അടുത്ത 0 0 അല്ലേ? അതായത് ഈ റോയിനെ 1/i ആക്കി എഴുതി അല്ലേ? അതല്ലേ എന്റെ മീനിങ്. ഈ ഫസ്റ്റ് റോയിനെ എന്താക്കി? 1/i ആ റോ ആക്കി എഴുതി. അപ്പം 1/9 0 0. സിംഗുലർ വാല്യൂവിനെ മാത്രം 1/i ആക്കി എഴുതി. ബാക്കി അങ്ങനെ തന്നെ വെച്ചു. രണ്ടാമത്തെ ലെവലിൽ വെച്ച് 0 എഴുതി. സിംഗുലർ വാല്യൂവിനെ 1/, സിംഗുലർ വാല്യൂ എഴുതി 0. ഇതാണ് എസ് പ്ലസ്. അപ്പൊ നമുക്ക് സിംഗുലർ വാല്യൂ ഉപയോഗിച്ച് കിട്ടുന്ന എസ് എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ മോർ ഓഫ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ ഈസിയാണ്. എസ് പ്ലസ് കണ്ടുപിടിച്ചു. പറയാൻ വരുന്നത്
നമുക്ക് എന്താ കിട്ടുന്നത്? ഗിവൺ എയുടെ മോറെ പെൻഡോസ് ഇൻവേഴ്സ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പം നമുക്ക് എ പ്ലസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ പ്ലസ് എന്ന് പറയുന്നത് വി എസ് പ്ലസ് യു സ്റ്റാർ. ഓക്കെ അല്ലേ? എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ ഇൻവേഴ്സ് കണ്ടുപിടിക്കണേ നമ്മൾ സാധാരണ രീതിയിൽ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ വെച്ചിട്ട് യുയും വിയും എസും കണ്ടുപിടിക്കുക. അതിനുശേഷം എന്താക്കുക? എസ് പ്ലസ് കണ്ടുപിടിക്കുക. എസ് പ്ലസ് കണ്ടുപിടിക്കാൻ നമുക്ക് എളുപ്പമാണ്. നമുക്ക് ജസ്റ്റ് സിംഗുലർ വാല്യൂവിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള സിംഗുലർ വാല്യൂ സിഗ്മ 1 ആണെങ്കിൽ എസ് പ്ലസിന്റെ അകത്ത് 1/σ1 ആക്കുക. m/n മെട്രിക്സിനെ n/m മെട്രിക്സ് ആയിട്ട് എഴുതുക. ഓക്കെ, അങ്ങനെ നമുക്ക് എസ് പ്ലസ് കണ്ടുപിടിക്കാം. വിയും യുവും നമുക്ക് കണ്ടുപിടിക്കാം. വി സ്റ്റാറും കണ്ടുപിടിക്കാം. അപ്പൊ ഇത് മൂന്നും കൂടി മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് കിട്ടും. ഇങ്ങനെയാണ് നമ്മൾ എയുടെ മോറെ പെൻഡോസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കുക. ഓക്കെ അല്ലേ? നമ്മൾ ഇന്നലെ ചെയ്ത പ്രോബ്ലം അല്ലേ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ, അതിന്റെ ഇതൊന്ന് കണ്ടുപിടിച്ചേ. നമ്മളെ ഇന്നലത്തെ ക്വസ്റ്റ്യൻ ഇല്ലേ, എ ഈക്വൽ ടു -1 1 1 1 1 0, ഇന്നലെ ക്ലാസ് ചെയ്ത ക്വസ്റ്റ്യൻ. ഇതിന്റെ എ പ്ലസ് ഒന്ന് കണ്ടുപിടിക്കുക. യു എന്തായിരുന്നു അവിടെ? 1 0 0 1 ആയിരുന്നു. എസ് എന്ന് പറയുന്നത് എന്തായിരുന്നു? √3 0 0 0 √2 0. വി എന്തായിരുന്നു? വി എന്തായിരുന്നു? ഇതാണ് വി. ഇനി എ പ്ലസ് കണ്ടുപിടിച്ചേ. എ പ്ലസ് നടന്നതായിരുന്നു വി എസ് പ്ലസ് യു സ്റ്റാർ. എന്താ കിട്ടുന്നത്? എസ് പ്ലസ് എന്താണ്? എസ് പ്ലസ് ചെയ്തോ? അവിടെ 1/, എന്ന് വരും സാറേ. ആ 1/, വരും. എസ് പ്ലസ് ആദ്യം കണ്ടുപിടിക്കണം. എസ് പ്ലസ് എന്താ വരിക? 1/√3 0 0 0 0 0 അങ്ങനെയാണോ? 1/√2 0 0. ഇതാണ് നമ്മൾ എസ് പ്ലസ് അല്ലേ? അതെ. അതെ. ഇനി വി ഇൻറ്റു എസ് പ്ലസ് ഇൻറ്റു യു സ്റ്റാർ എന്ന് കണ്ടുപിടിച്ചേ.
എസ് പ്ലസ് എന്തായിട്ടാ മൾട്ടിപ്ലൈ ചെയ്താൽ പറയ്. -1/3 ആ 1/2 1/2 1/3 1/2 1/3 0. 1/3 0. ഇതാണ് നമ്മളെ എന്ത് എ പ്ലസ് അല്ലേ? ഇതാണ് നമ്മുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ മോറെ പെൻറോസ് ഇൻവേഴ്സ് എ പ്ലസ്. അപ്പൊ നമ്മൾ എസ് എന്ന് പറഞ്ഞ മെട്രിക്സ് ആണ്. നമുക്ക് എ പ്ലസിന് എങ്ങനെ എഴുതാൻ പറ്റുന്നത്? വി എസ് പ്ലസ് യു സ്റ്റാർ. അപ്പൊ നമ്മൾ സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ വെച്ചിട്ട് എസ് യുയും വിയും കണ്ടുപിടിക്കുക. ശേഷം എന്തൊക്കെ എസിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മോറെ പെൻറോസ് ഇൻവേഴ്സ് ആയ എസ് പ്ലസ് കണ്ടുപിടിക്കുക. പിന്നെ എന്താ ജസ്റ്റ് വി എസ് പ്ലസ് യു സ്റ്റാർ മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? എ പ്ലസ് കിട്ടും. ഓക്കെ അല്ലേ? ഇനി ഒരു ചെറിയ കാര്യം കൂടി പറഞ്ഞിട്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. സാറേ കിട്ടുന്ന ഈ എ പ്ലസ് ആണോ അതിന്റെ ഫൈനൽ ആൻസർ? എ പ്ലസ് ആണ് ഫൈനൽ ആൻസർ. എ പ്ലസ് ആണ് നമ്മൾ എ എന്ന് പറഞ്ഞ മെട്രിക്സിന്റെ മോറെ പെൻറോസ് ഇൻവേഴ്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എ പ്ലസ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. എന്താക്കണം? നമ്മൾ ഈ തുടക്കം തൊട്ട് ചെയ്ത് വന്ന വിയും യു എല്ലാം കണ്ടുപിടിക്കുക, എസ് കണ്ടുപിടിക്കുക. എസ് കണ്ടുപിടിച്ചാൽ എസ് പ്ലസ് വേ കണ്ടുപിടിക്കാനാവും. ഫാസ്റ്റ് ആയിട്ട് ചെയ്യാം. ഇനി മോറെ പെൻറോസ് ഇൻവേഴ്സ് വെച്ചിട്ട് ഞാൻ പറഞ്ഞില്ലേ നേരത്തെ നമ്മൾ ലീസ്റ്റ് സ്ക്വയർ സൊല്യൂഷൻ എടുത്തില്ലേ? നമ്മൾ കുറെ വളഞ്ഞു പോയത്. അത് ഇത് ഈ മോറെ പെൻറോസ് ഇൻവേഴ്സ് വെച്ച് കണ്ടുപിടിക്കാനും ചോദിക്കുന്നുണ്ട്. അത് കണ്ടുപിടിക്കാൻ ഒരു എളുപ്പമായി ഞാൻ പറഞ്ഞുതരാം. എളുപ്പമായി അല്ല, ചെയ്യാനുണ്ട്. അപ്പം എക്സ് ഈക്വൽ ടു ബിക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എക്സ് ആണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമ്മൾ എന്താക്കുക? എക്ക് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എ പ്ലസ് ഫസ്റ്റ് കാണാം. അതായത് എന്ത്? വി എസ് പ്ലസ് യു സ്റ്റാർ എ പ്ലസ് കണ്ടുപിടിക്കുക. എന്താണ് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്ന എക്സ് എന്ന് പറയുന്നത്? എക്സ് ഈക്വൽ ടു എ പ്ലസ് ഇൻറ്റു ബി എന്ന് പറയുന്നതായിരിക്കും വാല്യൂ. ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ കിട്ടുന്ന വാല്യൂ ആയിരിക്കും എക്സിന്റെ ഏറ്റവും ചെറിയ വാല്യൂ. അതായത് നോം ഓഫ് എ എക്സ് മൈനസ് ബി ഏറ്റവും ചെറിയ വാല്യൂ കിട്ടണമെന്ന് എക്സ് ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആ എക്സ് കണ്ടുപിടിക്കാൻ എ പ്ലസ് ഇൻറ്റു ബി ചെയ്താൽ മതി. അപ്പം മോറെ പെൻറോസ് ഇൻവേഴ്സ് ഉപയോഗിച്ചിട്ട് ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ ബൈ എക്സ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ ഇങ്ങനെയാ ചെയ്യേണ്ടത്, എ പ്ലസ് ഇൻറ്റു ബി. അപ്പൊ നമ്മൾ നേരത്തെ എ പ്ലസ് ചെയ്ത സമയത്ത് ഒരു കോളം ചെയ്തില്ലായിരുന്നു? അതായത് -5/6 കിട്ടിയത് ഒരു കോളം ചെയ്തില്ലേ? അത് ഇത് വെച്ചിട്ട് വെരിഫൈ ചെയ്യാം. അതായത് ആ കോളത്തിന്റെ അകത്ത് നമുക്ക് എ തന്നിരുന്നത് എന്തായിരുന്നു? 1 1 2 2 2 2. എസ് തന്നിരുന്നത് എന്തായിരുന്നു? √18 0 0. ഇതാണ് എസ്. യു എന്തായിരുന്നു? ക്വസ്റ്റ്യൻ തന്നിരുന്നത്
1/3 യു എന്ന് പറഞ്ഞേ. (1/3 minus 2/√5 2/√21). ഓക്കെ 2/3 1/√5 4/√21. 2/3 0 minus 1/√21. ഓക്കെ വി എന്തായിരുന്നു? 1/√2 1/√2. 1/√2 minus 1/√2. ഓക്കെ ഇനി എ പ്ലസ് ഒന്ന് കണ്ടുപിടിച്ചേ. എ പ്ലസ് എങ്ങനെ കണ്ടുപിടിക്കുക? വി ഇൻറ്റു എസ് പ്ലസ് ഇൻറ്റു അത് കണ്ടുപിടിച്ചേ. എസ് പ്ലസ് എസ് പ്ലസ് ഗ്രീഷ്മ സാറേ 1/√18 1/√18 0 0 പിന്നെ താഴെ 0 0 0. ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്യാൻ പറ്റും. മൈക്രോഫോൺ വോയിസ് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നു. എനിക്ക് മൾട്ടിപ്ലൈ ആയിട്ട് എന്താ കിട്ടുന്നത്? എന്താ കിട്ടുന്നത്? ഫസ്റ്റ് മൾട്ടിപ്ലൈ ചെയ്തോ? (1/600). രണ്ടാമത് 1/600 അല്ലേ? ആ
ഇതിനെ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തോ. 1/18, 1/18, 1/9, 1/9. അടുത്തത് സെയിം. സെയിം. ഓക്കെ, നമുക്കിപ്പോ എ പ്ലസ് കിട്ടി അല്ലേ? ഇനി എ പ്ലസ് ഇൻറ്റു ബി ചെയ്ത് നോക്ക്. -5/6, -5/6. 15 -30 അല്ലേ? കറക്റ്റ് 5 -5/6 കിട്ടുന്നില്ലേ? യെസ്. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ കണ്ടുപിടിക്കാനും ക്വസ്റ്റ്യൻ ചോദിക്കാം. സ്പെസിഫിക് ആയിട്ട് മെത്തേഡ് വെച്ച് ചോദിച്ചു. ഇപ്പം സാറേ ആ നമ്മൾ എ പ്ലസ് ചെയ്യുമ്പോഴത്തേക്ക് കിട്ടുന്ന ഫൈനൽ ആൻസറിൽ ഏറ്റവും മേളിൽ എഴുതിയേക്കുന്നത് ഞാൻ 80 വന്നില്ല അവിടെ വരെ ചെയ്തോളാം. പിന്നെ അത് ആ ആ അത്രയും കിട്ടിക്കഴിഞ്ഞിട്ട് പിന്നെ എന്ത് നമ്മൾ ചെയ്യേണ്ടത്? അതായത് എക്സ് എന്ന് പറയുന്നത് എ പ്ലസ് ഇൻറ്റു ബി. ബി എന്ന് പറഞ്ഞാൽ ഗിവൺ മെട്രിക്സ് ഉണ്ടാവും. എ പ്ലസ് ഇൻറ്റു ബി ചെയ്യാം. അതായത് മെട്രിക്സ് എ പ്ലസ് ഇൻറ്റു മെട്രിക്സ് ബി മൾട്ടിപ്ലിക്കേഷൻ. എ പ്ലസ് ഇൻറ്റു ബി. ക്വസ്റ്റ്യൻ തന്നേക്കും ബി. അത് ക്വസ്റ്റ്യനിൽ ചെയ്ത് കിട്ടുന്ന ആൻസർ ആണ് നമ്മുടെ എക്സിന്റെ വാല്യൂ. അതായത് എക്സിന്റെ വാല്യൂ വെച്ചാൽ നോം ഓഫ് എ എക്സ് മൈനസ് ബി ലീസ്റ്റ് കിട്ടുന്ന എക്സിന്റെ വാല്യൂ. അതായത് ക്വസ്റ്റ്യൻ ചിലപ്പോൾ ഇങ്ങനെയായിരിക്കും. ഞാൻ ക്വസ്റ്റ്യൻ്റെ ഒരു മോഡൽ പറയാം. ഫൈൻഡ് ദ least square solution of the given matrix of the given ax equal to b, where a എന്ന് പറഞ്ഞൊരു given matrix തരും, ഒരു m/n, and b equal to ഒരു m/1 മെട്രിക്സും തരും. ബി ഒരു m/1 മെട്രിക്സ് തരും. നമുക്ക് എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കണം യൂസിങ് ഇങ്ങനെ ക്വസ്റ്റ്യൻ ചോദിച്ചായിരിക്കാം. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചാൽ നമ്മൾ എ പ്ലസ് ഇൻറ്റു ബി ഫോർമുല ചെയ്യേണ്ടത്, എക്സിന്റെ വാല്യൂ കണ്ടുപിടിക്കേണ്ടത്. സ്പെസിഫിക് ആയിട്ട് ചോദിച്ചിട്ടില്ലെങ്കിലും നിങ്ങൾക്ക് ഇതേ മെത്തേഡ് ചെയ്യാം. മറ്റേ എങ്ങനെ വേണേൽ ചെയ്യാം, നിങ്ങളുടെ ചോയ്സസ് പോലെ ഏതാണ് നിങ്ങൾക്ക് എളുപ്പം. ഫൈനൽ ആൻസർ ആണ് ഇപ്പോൾ ഇട്ടേക്കുന്നത് ഈ -5/6. അല്ല, ഈ എ പ്ലസും ബിയും കൂടെ ചെയ്ത് കിട്ടുന്നതാണോ? അതെ, ഇത് രണ്ടും മൾട്ടിപ്ലൈ ചെയ്ത് കിട്ടുന്ന വാല്യൂ ആണിത്. നമ്മൾ ഇതേ ക്വസ്റ്റ്യൻ ആണ് നേരത്തെ നമ്മൾ എന്താക്കുക മറ്റേ മെത്തേഡ് വഴി ചെയ്തത്. ഏത് y1 y2 എല്ലാം കണ്ടുപിടിച്ചിട്ട് ചെയ്തപ്പോഴും ഇതേ സെയിം ആൻസർ അല്ലേ കിട്ടിയത്? അതെ, അത് ഇങ്ങനെയും ചെയ്യാം. നിങ്ങൾക്ക് ഏതാണ് എളുപ്പം തോന്നുന്നത് വെച്ചാൽ അതുപോലെ എങ്ങനെ ചെയ്യുകയാണെങ്കിലും നമ്മൾ എന്താക്കണം, രണ്ട് സൈഡിലും യു എസും വി എല്ലാം കണ്ടുപിടിക്കണം. ഓക്കെ, യു എസും വി കണ്ടുപിടിക്കാൻ അറിയെങ്കിൽ പിന്നെ എസ് പ്ലസ് കണ്ടുപിടിക്കാനാണോ എളുപ്പം? അത് ഇതല്ലേ എളുപ്പം പിന്നെ ചെയ്യാൻ, അല്ലേ? അപ്പൊ നമ്മള് ബിയും എസും എസ് പ്ലസും യുവും എല്ലാം കണ്ടുപിടിച്ചിട്ട് നേരെ എ പ്ലസ് കണ്ടുപിടിച്ചിട്ട് പിന്നെ എക്സ് ഈക്വൽ ടു എ പ്ലസ് ഇൻറ്റു ബി ഇത് കണ്ടുപിടിച്ചാൽ മതി. ഇത് കണ്ടുപിടിച്ചേ ബി എന്തായാലും ക്വസ്റ്റ്യൻ തരും, എയും ബിയും എന്തായാലും ക്വസ്റ്റ്യൻ തരും. പിന്നെ എ പ്ലസ് കണ്ടുപിടിക്കുക, അത്രേ ഉള്ളൂ. എ പ്ലസ് ഇൻറ്റു ബി ചെയ്യുക, അപ്പോൾ നമുക്ക് കറസ്പോണ്ടിങ് എക്സ് കിട്ടും. ഓക്കെ, പിന്നെ നിങ്ങൾ ഇന്നലെ ചെയ്ത ഹോംവർക്കിൽ എല്ലാവരും അല്ല, 1-2 ചെയ്ത് വെച്ച ഒരു കാര്യം എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഈ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കുന്നതിന് 1-2 കാര്യം ഞാൻ പറഞ്ഞായിരുന്നു. ഏത് ക്യാരക്ടറിസ്റ്റിക് പോളിനോമിയൽ വെച്ചിട്ട് നമുക്ക് എ എന്ന് പറഞ്ഞൊരു m/n മെട്രിക്സ് ആണ് ഇന്നലെ ഞാൻ തന്നത്. ഓക്കെ, ഇന്നലെ തന്നത് ഏതായിരുന്നു? ഓർഡർ എത്രയായിരുന്നു ക്വസ്റ്റ്യന്റെ? m/n
ഒരു 3/2 മെട്രിക്സ് അല്ലേ തന്നത് 3/2. അല്ലേ? ഞാൻ ഓൾറെഡി പറഞ്ഞു എ ഇൻറ്റു എ സ്റ്റാർ ഒരു 3/3 മെട്രിക്സും എ സ്റ്റാർ ഇൻറ്റു എ എന്ന് പറയുന്നത് 2/2 മെട്രിക്സും അല്ലേ? അപ്പൊ ഈ ഏറ്റവും ചെറിയ മെട്രിക്സ് ഏതാണോ ഈ എ ഇൻറ്റു എ സ്റ്റാറിലും എ സ്റ്റാർ ഇൻറ്റു എ, ഇപ്പൊ ഇത് രണ്ടും ചെയ്ത് കിട്ടുന്ന മെട്രിക്സിൽ ഏറ്റവും ചെറിയ മെട്രിക്സ് ഏതാണോ അതിന്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. അതേ ഐഗൺ വാല്യൂ തന്നെയായിരിക്കും ഇതിന്റെ ഐഗൺ വാല്യൂ. ബാക്കിയുള്ള ഐഗൺ വാല്യൂ ഇവിടെ 0 ആയിരിക്കും. അപ്പൊ നിങ്ങൾക്ക് ഇത് ചെയ്തപ്പോൾ കിട്ടുന്നത് 7ഉം 2 ആണ് ഐഗൺ വാല്യൂസ്. ഇവിടെ കിട്ടിയ എന്താ 7, 2, 0 അല്ലേ? അപ്പൊ ഏറ്റവും ചെറിയ മെട്രിക്സിന്റെ ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ നിന്നായി. വലുതിന്റെ കണ്ടുപിടിക്കാൻ നിന്നാൽ സമയം കുറെ പോകും. ഏതെങ്കിലും ഒന്നിന്റെ മാത്രം കണ്ടുപിടിച്ചാൽ മതി. കാരണം വെച്ചാൽ ഇതിന്റെ ഐഗൺ വാല്യൂ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ഇതിന്റെ ഇപ്പൊ ഇതൊരു n/n മെട്രിക്സ് ആണെങ്കിൽ ഇതിന്റെ n ഐഗൺ വാല്യൂ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ബാക്കിയുള്ള m-n 0 ആയിരിക്കും. ഇത് ഞാൻ കഴിഞ്ഞ ദിവസം ഞാൻ പറഞ്ഞായിരുന്നു. അപ്പൊ ഏറ്റവും ചെറുതിന്റെ ചെയ്താൽ നിന്നാൽ മതി. ഇപ്പൊ രണ്ടിന്റെയും കാണാൻ നിൽക്കേണ്ട ആവശ്യമില്ല. രണ്ടിന്റെയും കാണാൻ നിന്നാൽ അത്രയും ടൈം വേസ്റ്റ് ആവും. ഓക്കെ അല്ലേ? സാറേ ഒന്നും കൂടി പറ, മനസ്സിലായി. ഇപ്പം നമുക്ക് ഇപ്പൊ സിംഗുലർ വാല്യൂ ഡീകമ്പോസ് ചെയ്യാൻ ഒരു ക്വസ്റ്റ്യൻ തരുന്നു. എ ഒരു m/n മെട്രിക്സ് തരുന്നു. അപ്പൊ എന്താ എ ഇൻറ്റു എ സ്റ്റാർ എന്താ ഒരു m/m മെട്രിക്സ്, ഒരു സ്ക്വയർ മെട്രിക്സ്. അതേപോലെ തന്നെ എ സ്റ്റാർ ഇൻറ്റു എ എന്ന് പറയുന്നത് ഒരു n/n മെട്രിക്സ് അല്ലേ? അതെ. ഈ രണ്ട് മെട്രിക്സില് ഏതാണ് ചെറുത് നോക്കുക. ആ ചെറുതിന്റെ മാത്രം ഐഗൺ വാല്യൂ കണ്ടുപിടിച്ചാൽ മതി. രണ്ടിന്റെയും കൂടി ഐഗൺ വാല്യൂ കണ്ടുപിടിക്കാൻ നിൽക്കണ്ട. ഇപ്പൊ ചെറുതിന്റെ ഐഗൺ വാല്യൂ കാണാം. ഓക്കെ, ഇതാണ് ചെറുതെങ്കിൽ എന്താ, അതായത് n ആണ് ചെറുതെങ്കിൽ ഇതിന്റെ ഐഗൺ വാല്യൂസ് കാണാം. അതേ ഐഗൺ വാല്യൂ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. അതേ ഐഗൺ വാല്യൂ തന്നെയായിരിക്കും ഇവിടുത്തെ ഐഗൺ വാല്യൂ. ഇവിടെ n ഐഗൺ വാല്യൂ ഉണ്ടാവും, ഇവിടെ m ഐഗൺ വാല്യൂ ഉണ്ടാവും. ഇവിടുത്തെ n ഐഗൺ വാല്യൂസ് ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ബാക്കി m-n സീറോസ് ആയിരിക്കും. ഇന്നലെ തന്ന ക്വസ്റ്റ്യൻ എന്ന് വെച്ചാൽ ഒരു 3/2 മെട്രിക്സ് ആയിരുന്നു അല്ലേ? അവിടെ നമുക്ക് എ ഇൻറ്റു എ സ്റ്റാർ കിട്ടിയിരുന്നത് ഒരു 3/3 മെട്രിക്സ് ആണ്. എ സ്റ്റാർ ഇൻറ്റു എ എന്ന് പറയുന്നത് ഒരു 2/2 മെട്രിക്സ് ആണ്. ഇപ്പൊ 2/2 മെട്രിക്സിന്റെ ഐഗൺ വാല്യൂസ് കാണാം. അപ്പൊ അതിന്റെ ഐഗൺ വാല്യൂ കണ്ടപ്പോൾ നിങ്ങൾക്ക് 7ഉം 2 ആണ് കിട്ടിയത്. അത് കിട്ടിക്കഴിഞ്ഞാൽ ഇതിന്റെ ഐഗൺ വാല്യൂ കാണാൻ പോകണ്ട. കാരണം ഇതിന്റെ രണ്ട് ഐഗൺ വാല്യൂ ഇവിടെ റിപ്പീറ്റ് ചെയ്യും. അതായത് 7ഉം 2 ഇവിടെ റിപ്പീറ്റ് ചെയ്യും. ബാക്കി ഒരു ഐഗൺ വാല്യൂ കാണണം, അത് 0 ആയിരിക്കും. ഓക്കെ. അപ്പൊ ഇതാണ് ഞാൻ ഇന്നലെ ഒരു രണ്ട് തിയറം തുറക്കത്തിൽ പറഞ്ഞില്ലേ. അതായത് എ ഇൻറ്റു എ തീറ്റന്റെയും എ തീറ്റന്റെ എന്റെയും പോസിറ്റീവ് ഐഗൺ വാല്യൂ സെയിം ആയിരിക്കും രണ്ടിന്റെയും. ബാക്കി ഐഗൺ വാല്യൂസ് 0 ആക്കി എടുത്താൽ മതി. 0 ആയിരിക്കും, 0 ആണ്. അപ്പൊ ഏറ്റവും ചെറുത് ഏതാണോ അതിന്റെ ചെയ്യാൻ നിന്നാൽ മതി. വലുതിന്റെ ചെയ്യാൻ നിന്നാൽ ചിലപ്പോൾ നിങ്ങളുടെ ടൈം വേസ്റ്റ് ആവും. അപ്പൊ ഏതെങ്കിലും ഒന്നിന്റെ മാത്രം കണ്ടാൽ മതി, രണ്ടിന്റെ കാണാൻ നിൽക്കരുത്. ഓക്കെ അല്ലേ? ഓക്കെ. അപ്പൊ ഇന്നത്തെ ഇത് വെച്ചിട്ട് ഞാൻ കുറച്ച് പ്രോബ്ലംസ് അയച്ചുതരാം. അപ്പോൾ അതിന്റെ എല്ലാം കണ്ടോ? ലാസ്റ്റ് സിംഗുലർ വാല്യൂ ഡീകമ്പോസിഷൻ ഫസ്റ്റ് കാണുക, പിന്നെ എന്താക്കുക ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ ഫസ്റ്റ് ചെയ്ത മെത്തേഡ് വെച്ചിട്ട് ഒന്നുകൂടി ചെയ്യുക. പിന്നെ മോറെ പെൻറോസ് ഇൻവേഴ്സ് കാണുക, ഇൻവേഴ്സ് വെച്ചിട്ടും ലീസ്റ്റ് സ്ക്വയർ അപ്രോക്സിമേഷൻ ചെയ്യുക. ഇത് നാലും ചെയ്യുക. കുറച്ച് പ്രോബ്ലം ഞാൻ അയച്ചുതരാം. ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് മനസ്സിലായാൽ മാത്രമേ അടുത്ത ടോപ്പിക് നമുക്ക് എടുക്കാനാവും. അപ്പോ 2-3 ദിവസത്തേക്ക് നിങ്ങളായി പറഞ്ഞോ. നേരത്തെ സാർ തന്ന ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ, ഫസ്റ്റ് ലീസ്റ്റ് സ്ക്വയറിന് എസും ഒക്കെ സാർ തന്നൂലോ വാല്യൂ. അതില് ഒരു ലാംഡ ഒരെണ്ണം 18ഉം മറ്റേത് രണ്ടും 0 ആണല്ലോ വരിക. U2 കണ്ടുപിടിച്ച U3 പിന്നെ എങ്ങനെ ചെയ്യും? അപ്പൊ നമുക്ക് അതാ പറഞ്ഞുതരാം. അതായത് U2 എന്തായാലും നമുക്ക് കിട്ടുമല്ലോ ഒരു 0 വെച്ചിട്ട്. U2 എനിക്ക് കിട്ടിയത് -2/√5 1/√5. ഓക്കെ, അതല്ല, അതിന് മുമ്പിട്ട്
അതിന്റെ ഒരു റിലേഷൻ കിട്ടിയില്ലേ x1ന്റെ x2ന്റെ x3ന്റെ അന്ന് ആ പറഞ്ഞേ അത് x1 equal to minus of x2 plus x3. ഒന്ന് പറഞ്ഞേ മൈനസ് 2x1 plus 4x2 plus 4x3 equal to 0. അതാണ് റിലേഷൻ. 2x1 plus 4x2 plus 4x3 equal to 0. രണ്ടാമത്തത് 0. രണ്ടാമത്തതും അങ്ങനെ തന്നെ വരിക. 4x1 plus 8x2 plus 8x3 വരിക. ഏതെങ്കിലും ഒന്ന് 0 ആയിട്ട് വരികയല്ലോ എന്തായാലും. അടുത്ത റിലേഷനും ഇത് തന്നെയാണ് വരുന്നത്. 2 4 4 4 8 8 4 8 8 ആ വന്നത്. ഓക്കെ, ഞാനതൊന്ന് ചെയ്ത് നോക്കിയിട്ട് പറഞ്ഞുതരാം. ഓക്കെ. അപ്പോൾ ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇന്നത്തെ വെച്ചിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കുക, അത് ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ റിലേഷനിൽ എവിടെ മാറിയിട്ടുണ്ടോ എന്ന് നോക്കട്ടെ, ഒന്ന് ചെക്ക് ചെയ്തോട്ടെ. സെയിം ആണോ ഇല്ലയോ? അതൊന്നുമില്ല, നമുക്ക് എന്തായാലും U2 കിട്ടുമല്ലോ. U1 എന്തായി ഒന്നിന് ഫസ്റ്റ് ലാംഡയ്ക്ക് കറസ്പോണ്ട് ചെയ്യാൻ നമുക്ക് U1 കിട്ടും. രണ്ടാമത്തെ 0ന് കറസ്പോണ്ട് ചെയ്യാൻ U2 കിട്ടും. പിന്നെ നമ്മൾ U3 എടുക്കേണ്ടത് ഇതിനോട് ഓർത്തോഗണൽ ആയിട്ടുള്ള പോലെ നമ്മൾ ചൂസ് ചെയ്യണം. ഓർത്തോഗണൽ ആയിട്ട് പോലെ നമ്മൾ ചൂസ് ചെയ്യണം. അത് ഇതിന്റെ ഇന്നർ പ്രൊഡക്റ്റ് 0 കിട്ടുന്ന പോലെ ചൂസ് ചെയ്യണം. ഞാൻ എനിക്ക് പറഞ്ഞുതരാം. ഓക്കെ, നമുക്കിനി അടുത്ത ക്ലാസ്സിൽ അതിനെപ്പറ്റി നോക്കാം. പിന്നെ QR ഡീകമ്പോസിഷൻ ഒക്കെ പഠിക്കാനുണ്ട്. അതിന്റെ 1-2 പ്രോബ്ലം വെച്ച് തരാം, ചെയ്ത് നോക്കുക കേട്ടോ.